നമസ്കാരം. നമ്മുടെ എസൻസിൻ്റെ വേദികൾ ഒരു പാഠശാല കൂടിയിട്ടാണ്. കാരണം വിവിധ തരത്തിലുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകളും അതുപോലെ വിശകലനങ്ങളും അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദി ആണ് എസൻസ്. അതുകൊണ്ട് നമുക്ക് എസൻസിൻ്റെ സെമിനാറുകൾ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പാഠശാലയാണ് എന്ന് നിസ്സംശയം പറയാം. നമ്മൾ വിവിധ വിഷയങ്ങൾ കേൾക്കാനും വേറിട്ട ഒരു ആശയം അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഡോക്ടർ KM ശ്രീകുമാർ സാറ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം സാർ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമേ ഇപ്പോൾ സാറിനോട് ജൈവ കൃഷി മുതൽ എൻഡോസൾഫാൻ വരെ കാർഷിക അന്ധവിശ്വാസങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു പോയിന്റ് സാറിനോട് ചോദിക്കുന്നത്, അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് 2015 തന്നെ ജൈവ കൃഷി പൂർണ്ണമായിട്ടും പിന്തുടരുന്നത് നമ്മുടെ ഭക്ഷണോൽപാദന രംഗത്തേക്ക് അതിൻ്റെ പ്രൊഡക്ഷന് കുറവുണ്ടാകുമെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ മാത്രമല്ല അത് പലതരത്തിലും നമ്മുടെ കാർഷിക വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും 2015 റിപ്പോർട്ട് ICAR, അതായത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ, അവർ തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല ധാരാളം പഠനങ്ങളും അതുപോലെ മെറ്റാ അനാലിസിസുകൾ ഉൾപ്പെടെ പറയുന്നത് പൂർണ്ണമായും ജൈവ രീതിയിലേക്കുള്ള കൃഷിയിലേക്ക് മടങ്ങുന്നത് നമ്മുടെ ഭക്ഷണ പര്യാപ്തതയ്ക്ക് ദോഷം ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിലനിൽക്കെ നമ്മളിപ്പോൾ 2024 ജൈവ കൃഷിയും കടന്ന് നാച്ചുറൽ ഫാമിങ്ങിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രീതികളാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമീപനം ശരിയാണോ? അത് നമ്മുടെ ഭക്ഷണോൽപാദനത്തിനെ ബാധിക്കുമോ? എന്താണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണിത്. കാരണം പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷ്യോൽപാദനത്തെ, ഭക്ഷ്യസുരക്ഷയെ അത് ബാധിക്കുകയില്ലേ എന്നുള്ളതാണ്. പഠനങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരുപാട് പഠനങ്ങൾ മെറ്റാ അനാലിസിസ് തന്നെ കാണിക്കുന്നത് ജൈവ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭക്ഷ്യസുരക്ഷയൊക്കെ പോകും എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ ഗോഡൗണുകളിൽ 3 കൊല്ലത്തേക്ക് വേണ്ട ധാന്യവസ്തുക്കൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജൈവ കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ആ സുരക്ഷയെ ഇല്ലാതെയാവുമെന്ന് കാണിക്കുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ആദ്യം ഓർഗാനിക് ഫാമിംഗ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നത് നാച്ചുറൽ ഫാമിംഗ് വേണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മോഡി പറയുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിൽ രാസവസ്തുക്കളിൽ നിന്ന് മോചിതമാകണം എന്നാണ്. നിർമ്മല സീതാരാമൻ പറയുന്നത് ബാക്ക് ടു ബേസിക്സ്, കൃഷിയുടെ അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്നാണ്. കൃഷിമന്ത്രി പറയുന്നതും അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എന്താണ്, ഒരു ഭാഗത്ത് നമ്മൾ കൃഷിയുടെ ശാസ്ത്രം പറയുന്നു, അത് പഠിപ്പിക്കുന്നു, മറുഭാഗത്ത് നേരെ ജൈവ കൃഷിയിലേക്കും പ്രകൃതി കൃഷിയിലേക്കും സർക്കാർ ആഹ്വാനം ചെയ്യുന്നു. ഇത് തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിച്ചച്ചട്ടിയുമായിട്ട് ലോക രാജ്യങ്ങളിൽ മുഴുവൻ തെണ്ടി ഒരു ലേശം ഗോതമ്പ് തരൂ, അരി തരൂ, ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് ഇന്ന് ലോകം 2ാം സ്ഥാനത്താണ്. ഇന്ത്യ 2ാം സ്ഥാനത്താണ് ലോകത്തിൽ. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ, പാലിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ്. ബാക്കിയുള്ളതിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിൻ്റെ കാരണം പുതിയ ശാസ്ത്രം കൃഷിയിലേക്ക് സന്നിവേശിപ്പിച്ചത് കൊണ്ടാണ്. നമ്മളെ പുതിയ ജനറ്റിക്സ് വന്നു, രാസവളങ്ങൾ വന്നു, കീടനാശിനികൾ, യന്ത്രവൽക്കരണം, ജലസേചനം, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതിനോട് കൂടിയിട്ടാണ് വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായത്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് തിരിച്ചു പോകാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആഹ്വാനം ചെയ്യുന്നത് എന്ന് വരുന്നത് വളരെ വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് നിലയ്ക്ക് അങ്ങനെ പോകുമെന്ന്, അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും രാജ്യത്ത് രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപഭോഗം സാമാന്യം നല്ല തോതിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭക്ഷ്യസുരക്ഷ ഇപ്പോഴും നിലവിലുണ്ട് എന്ന് തന്നെ പറയാം.
അപ്പോൾ പിന്നെ ഇതിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ രാസവളത്തിൻ്റെ ബില്ല് കുറക്കാം. കാരണം ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് രാസവളത്തിന് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. അതെങ്ങനെ കുറച്ചിട്ട് ബജറ്റിൻ്റെ മുകളിൽ ആ ഒരു ഇമ്പാക്റ്റ് കുറക്കാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു നോട്ടമായിട്ട് വരുന്നത്. പിന്നെ ഇഷ്ടം പോലെ ഫുഡ് ഇപ്പോഴുണ്ട്, അതുകൊണ്ട് അല്പം ഫുഡ് പ്രൊഡക്ഷൻ കുറഞ്ഞാലും വലിയത് പേടിക്കാനില്ല എന്നുള്ള ഒരു കോംപ്ലസൻസി ഫീലിംഗ് അതും കൂടെ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ പോളിസി വഴി യഥാർത്ഥത്തിൽ ഒന്ന് മറ്റൊന്നിനെ റദ്ദ് ചെയ്യുകയാണ്. ഉദാഹരണം ഞാൻ പറയാം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് സോയിൽ ഹെൽത്ത് കാർഡ് കൊടുക്കുക എന്നുള്ളത്. രാജ്യമെങ്ങുമുള്ള കൃഷിക്കാരുടെ മണ്ണ് പരിശോധിച്ച് അതിനനുസരിച്ച് കൃത്യമായിട്ട് വളം ചെയ്യാൻ വേണ്ടിയിട്ട് സോയിൽ ഹെൽത്ത് കാർഡ് എല്ലാ കൃഷിവിജ്ഞാന കേന്ദ്രങ്ങൾ വഴിയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെന്താണ്, രാസവളം വളരെ കൃത്യമായിട്ട് അധികം പൊട്ടാഷുള്ള ഒരു മണ്ണിൽ അധികം പൊട്ടാഷ് കൊടുക്കേണ്ട കാര്യമില്ല. പൊട്ടാഷ് വളരെ കുറക്കാം. പൊട്ടാഷ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. റഷ്യ, ജോർദാൻ, സിറിയ എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ടേഷൻ ബില്ല് കുറക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറക്കാൻ പറ്റും, ശാസ്ത്രീയമായി ക്രമീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. ഒരു സൈഡിൽ സോയിൽ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നു, മറ്റേ സൈഡിൽ എന്താ പറയുന്നത്, ഇതൊന്നുമേ വേണ്ട, നിങ്ങൾ നാച്ചുറൽ ഫാമിങ്ങിലേക്ക് പോയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ സോയിൽ ഹെൽത്ത് കാർഡ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നുവോ? ഒന്നുമില്ല. ഒന്ന് മറ്റൊന്നിനെ റദ്ദ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ല പോളിസി വേണ്ടത്. ചില മേഖലകളിൽ നാച്ചുറൽ ഫാമിംഗ് ആവാം, പിന്നെ ഫുഡ് പോളിസിക്ക് പ്രശ്നം വരാത്ത രീതിയിൽ നാച്ചുറൽ ഫാമിംഗ് ആവാം എന്ന് പറയുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, മൊത്തമായിട്ട് നാച്ചുറൽ ഫാമിങ്ങിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അത് രാജ്യത്തിന് ദോഷം ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പോൾ സാറിൻ്റെ തന്നെ ഒരു പ്രസൻറ്റേഷനിൽ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കാർഷിക ഉൽപ്പാദനത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം പല വിളകൾക്കും 2ാം സ്ഥാനത്താണ്. അതേസമയം കീടനാശിനികളുടെ ഉപയോഗത്തിൽ അത് 12ാം സ്ഥാനത്താണ്. ഇതിന് സാറ് തന്നെ പറഞ്ഞൊരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കർഷകരെല്ലാവരും വളരെ സ്മോൾ ഹോൾഡിംഗ് ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ഒരു ഭീതി അല്ലെങ്കിൽ അവർ പണം ചെലവഴിക്കുന്നതിൽ കുറവുള്ളത് കൊണ്ടായി അല്ലെങ്കിൽ മടിയുള്ളത് കൊണ്ടാണോ ഈ പറഞ്ഞ ഉൽപാദനം ഉപഭോഗം കുറയുന്നത്? തീർച്ചയായിട്ടും അതാണ്. അപ്പം ബാക്കിയുള്ള വിദേശ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ഹെക്ടറാണ് ഒരാൾക്കുള്ളത്. 25,000 ഹെക്ടർ, 30,000 ഹെക്ടറൊക്കെ ചെറിയതാണ് അവിടെ. അപ്പോൾ ഷെഡ്യൂൾഡ് ആയിട്ട് രാസവള പ്രയോഗം, കീടനാശിനി പ്രയോഗം അവർ നടത്തും. പക്ഷേ ഇന്ത്യയിൽ ഒരാൾക്ക് ആവറേജ് വരുന്നത് ഒരു 1 ഏക്കർ 2 ഏക്കറൊക്കെയാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് അവരത് സൂപ്പർവൈസ് ചെയ്യും. കുറച്ച് ഒരു ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പം കീടങ്ങളെ ആ ഇലയടക്കം പുഴുക്കളെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കും. അപ്പോൾ ഒരു കീടനാശിനി പ്രയോഗം വേണ്ടി വരില്ല. ചിലപ്പം മര്യാദക്കൊന്ന് വെള്ളം നിയന്ത്രിച്ചാൽ തന്നെ ഒരു രോഗത്തെ നിയന്ത്രിക്കാൻ പറ്റിയേക്കും. അതൊക്കെ പേഴ്സണൽ സൂപ്പർവിഷൻ അവിടെ സാധ്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ കരുതുന്ന മാതിരിയല്ല, നമ്മൾ കീടനാശിനികളുടെ ഉപഭോഗത്തിൽ വളരെ കുറവാണ്. യൂറോപ്യൻ യൂണിയൻ്റെ കീടനാശിനി ഉപയോഗത്തിൻ്റെ ഒരു 1/7 മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതോടനുബന്ധിച്ച് തന്നെ, അതായത് ഇപ്പം നമുക്ക് ഈ കീമോഫോബിയ അല്ലെങ്കിൽ എല്ലാ വിഷങ്ങളോടും എല്ലാ കെമിക്കലുകളോടുമുള്ള ഒരു ഭയം നമുക്ക് വല്ലാതെയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ, പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങൾക്കെല്ലാം അതിൽ വലിയൊരു പങ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഇപ്പോൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അവരുടെ പല പ്രബന്ധങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു ശാസ്ത്ര പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കീടനാശിനികളുടെ ദോഷം എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മളുടെ പൊതുബോധത്തെ അല്ലെങ്കിൽ നമ്മുടെ സഹജമായ പല പേടികളെയും അതൊരു പൊതുബോധമാക്കി മാറ്റുന്നതിലും അതിനെ എല്ലാറ്റിനും ഒരു ഭീതി നിർമ്മിക്കുന്നതിലൊക്കെ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ടോ? എന്താണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? തീർച്ചയായിട്ടും, സംശയമൊന്നുമില്ല. ഇത് മുഴുവൻ കീമോഫോബിയ പരത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നമുക്കറിയാം, കാസർഗോഡ് എൻഡോസൾഫാൻ മുഴുവൻ തുടങ്ങി വെച്ചത് തന്നെ പത്രങ്ങളാണ്. എല്ലാ നാട്ടിലുമുള്ളത് മാതിരിയുള്ള രോഗികൾ മാത്രമേ കാസർഗോഡും ഉള്ളൂ. പക്ഷെ അവിടെയുള്ള ചില രോഗികളെ കാണിച്ചുകൊണ്ട് ഇതെല്ലാം എൻഡോസൾഫാൻ ജന്യമാണ്, ഒരു തെളിവുമില്ലാതെ ഇല്ല, എൻഡോസൾഫാൻ കൊണ്ട് ഉണ്ടായതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയത് പ്രധാനപ്പെട്ട ചില പത്രങ്ങളാണ്. അത് ബാക്കി പത്രങ്ങൾ ഏറ്റുപിടിക്കുകയും പിന്നെ രാഷ്ട്രീയ പാർട്ടികളും ബാക്കിയുള്ളവരൊക്കെ ഏറ്റുപിടിക്കുകയാണ് ചെയ്തത്. പത്രങ്ങളാണ് ഇത് തുടങ്ങി വെച്ചത്. അങ്ങനെ പിന്നെ നമ്മുടെ ആ ഒരു സഹജാവബോധം ഉണ്ടല്ലോ, ആ സഹജാവബോധത്തോടുള്ള നിരന്തര കലഹമാണ് യുക്തിബോധം എന്ന് പറയുന്നത്.
നമ്മൾക്ക് സാധാരണ ഉണ്ടാവുന്ന തോന്നലുകൾ ശരിയാകണമെന്നില്ല. നിരന്തരമായിട്ട് അതിനെ പരിശോധിക്കുന്നതാണ് യുക്തിബോധം എന്ന് പറയുന്നത്. അപ്പൊ യുക്തിബോധത്തെ പിറകിൽ നിർത്തിക്കൊണ്ട് സഹജാവബോധത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അതിൽ നിന്നും പൊതുബോധം നിർമ്മിക്കുന്നത് ഈ മാധ്യമങ്ങളാണ്. അവര് ഒന്ന് തെറ്റാന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്നാ പിന്നെ അത് തെറ്റാണ്, ഞങ്ങൾ മുമ്പേ പറഞ്ഞത് തെറ്റായി പോയി എന്നൊരിക്കലും പറയുകയുമില്ല. നമുക്കറിയാലോ നമ്പിനാരായണന്റെ കേസ്. നമ്പിനാരായണനെ കുറിച്ച് എത്രയാണ് ലേഖനങ്ങളും വാർത്തകളും വന്നത്. ഒടുവിൽ നമ്പിനാരായണ മാപ്പ് എന്ന് 2 വാക്ക് ഈ പത്രങ്ങൾ ആരെങ്കിലും അടിച്ചോ? ഒരാളും അടിച്ചിട്ടില്ല. ബാക്കി എല്ലാരെയും വലിയ തോതിലുള്ള വാല്യൂസ്, മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ പത്രങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും. അപ്പോൾ സാറ് ഇപ്പോൾ വീണ്ടും എൻഡോസൾഫാൻ എന്നുള്ളൊരു കാര്യം പരാമർശിക്കേണ്ടായി. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ വീണ്ടും ഈ എൻഡോസൾഫാൻ വിഷയം സോഷ്യൽ മീഡിയയുടെ പല പ്ലാറ്റ്ഫോമുകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം 2021 സാറ് ആദ്യമായിട്ട് EPW ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ സാർ എൻഡോസൾഫാനെ കുറിച്ചിട്ട് സാറും അതുപോലെ ഡോക്ടർ KD പ്രതാപനും ചേർന്നിട്ടൊരു ലേഖനം വരുന്നത്. അത് പലതരത്തിലും കേരളത്തിൻ്റെ ഒരു കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു, സംശയമില്ല. പക്ഷേ അതിനോടനുബന്ധിച്ച് ഒരു മറുപടി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ സാർ ശ്രദ്ധിച്ച് കാണും, 2023 ഡിസംബറിൽ ഈ അതേ വാരികയിൽ EPW തന്നെ മറ്റൊരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ ലേഖനവും വായിച്ചിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ സാറിനോട് ചോദിക്കുമ്പോൾ അതിനാദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ സാറ് പറയുന്ന പല കാര്യങ്ങളെയും ഔട്ട്റൈറ്റ് നിരാകരിക്കുകയാണ്. സോറി ടു സേ. അപ്പോൾ പക്ഷേ ആ ഒരു നിരാകരിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു കാര്യം പറയുന്നത്, സാറ് പറയുന്നു എൻഡോസൾഫാൻ വെറും 10 മുതൽ 15 ദിവസം കൊണ്ട് മണ്ണിൽ അത് അലിഞ്ഞില്ലാതാകും, വിഘടിച്ച് പോകുമെന്നൊക്കെയാണ് സാറ് പറയുന്നത്. പക്ഷേ അവരുടെ ആ ഒരു പഠനത്തിൽ അവർ എടുത്തു പറയുന്നൊരു കാര്യം, കാസർഗോഡ് ജില്ലയുടെ മണ്ണ് അസിഡിക് സ്വഭാവമുള്ളതാണ്. അവിടുത്തെ ലാറ്ററൈറ്റ് പാറകൾ അതുപോലെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ മണ്ണിന് അസിഡിക് സ്വഭാവമാണ് കൂടുതൽ. അപ്പോൾ അസിഡിക് സ്വഭാവമുള്ള മണ്ണിലേക്ക് എൻഡോസൾഫാൻ വരുമ്പോൾ അത് എൻഡോസൾഫാൻ സൾഫേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. എൻഡോസൾഫാൻ സൾഫേറ്റിന് ഏതാണ്ട് 300 മുതൽ 581 ദിവസം വരെ അതിന് മണ്ണിൽ കിടക്കും, അവക്ഷിപ്തമായിട്ട് കിടക്കും. ഇത് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറി വളരെയധികം രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്താണ് സാറ് അവരുടെ ആ ഒരു നിലപാടിനോട് യോജിക്കുന്നു? എന്താണ്? അതെ, ഞാൻ ആ പ്രബന്ധം വായിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു മറുപടി തയ്യാറാക്കിയിട്ട് അയച്ചിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്ലൈഡ്സിൽ വെച്ചിട്ടുണ്ട് ഞാൻ, കാരണം ഈ ഒരു ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു കൊതുക് ബാറ്റാണ്, കൊതുകിനെ കൊല്ലുന്ന ബാറ്റാണ് ആ കാണിച്ചിട്ടുള്ളത്. ആ ബാറ്റ് മനുഷ്യനെ കൊല്ലൂലല്ലോ, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും. അത് ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ നമുക്കാർക്കും ഷോക്ക് അടിക്കുമൊന്നുമില്ല. അത് കൊതുക് ഇലക്ട്രോക്യൂട്ടഡ് ആയിട്ട് പടപടയെന്ന് പൊട്ടിയിട്ട് ചത്തു വീഴും. അതിൻ്റെ മുകളിൽ വലിയൊരു വണ്ട് വന്നു കഴിഞ്ഞാൽ ആ വണ്ട് ചത്തുപോവില്ല, കൊതുക് മാത്രമേ ചാവുള്ളൂ. കാരണം അതിനായിട്ടാണത് കൃത്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതേമാതിരിയാണ് കീടനാശിനികളും. നമ്മൾക്ക് അത് ഒറിജിനൽ അതിൻ്റെ കുപ്പിയിലുള്ളത് നല്ല വിഷം തന്നെയാണ്. പക്ഷെ നമ്മളത് നേർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കീടങ്ങളെ കൊല്ലാനുള്ള ശക്തിയേ ഉണ്ടാവുള്ളൂ. അതിന് മനുഷ്യനെ കൊല്ലാനുള്ള അല്ലെങ്കിൽ മനുഷ്യന് രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവില്ല. അത്ര സിമ്പിളാണ് കാര്യം. ഈ ബാറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം, പക്ഷെ എന്നാലും ചില ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ കീടനാശിനികളുടെ ശാസ്ത്രമുണ്ടല്ലോ, ടോക്സിക്കോളജി, ഇൻസെക്ടിസൈഡ് ടോക്സിക്കോളജീൻ്റെ കുറച്ച് അടിസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എൻഡോസൾഫാൻ സൾഫേറ്റ് വിഷകരമായിട്ടുള്ള തോതിൽ കാസർഗോഡ് മണ്ണിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതാണല്ലോ നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാതെ 1 മില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 തുള്ളികളാണ്. സാധാരണ കണക്കിൽ 20 തുള്ളികളാണ് എന്നത്. 20 തുള്ളി ആയാലേ 1 മില്ലി ആവുള്ളൂ. അതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഇപ്പം ടോക്സിക്കോളജിക്കൽ ഇൻഡിസസ് എന്ന് പറയും, വിഷകാരക സൂചകങ്ങൾ. ആദ്യത്തേത് NOAEL ആണ്. NOAEL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കീടനാശിനി നേർപ്പിച്ചിട്ട് എലികൾക്ക്, പ്രധാനമായിട്ട് എലികളാണ് ടെസ്റ്റ് ആനിമൽസ് ആയിട്ട് എടുക്കുക. എലിയോ ഗിനിപ്പന്നിയോ അതുമാതിരിയുള്ളതൊക്കെ ദീർഘകാല പഠനങ്ങൾക്ക് നായയാണ് എടുക്കുക, ബീഗിൾ ഡോഗ്സ് അതുമാതിരിയുള്ളതിനൊക്കെ എടുത്തിട്ടുള്ള പഠനങ്ങളാണ്. അപ്പോൾ അതിൽ
ഡിക്രീസിങ് ബോഡി വെയിറ്റ്, ചെറിയ തോതിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡോസ് എന്ന് പറയുന്നത് 0.6 മില്ലിഗ്രാം പെർ ഡേ ആണ്. അത് 50 കിലോഗ്രാം ശരീരഭാരമുള്ള മനുഷ്യനിലേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്താൽ 30 മില്ലിഗ്രാം വരും. അത് ഡബ്ബ ആ എൻഡോസൾഫാൻ്റെ ഒറിജിനൽ കുപ്പിയിൽ നിന്നുള്ള അളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 0.086 മില്ലി മാത്രമേ വരുള്ളൂ. പക്ഷേ നേർപ്പിച്ച് കഴിഞ്ഞാൽ 43 മില്ലി ഉണ്ടെങ്കിൽ ദിവസേന എലിക്ക് 43 മില്ലി കൊടുത്താൽ എലിക്ക് 1-2 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതിന് ശരീരഭാരം കുറഞ്ഞേക്കും. അതാണ് 43 മില്ലി ദിവസേന കൊടുക്കണം. NAIEL ഫോർ ഡെവലപ്മെൻറ്റ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ടോക്സിസിറ്റി ഉണ്ടാവുന്ന എലിയുടെ പാരൻസിന് എൻഡോസൾഫാൻ കൊടുക്കുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. കുഞ്ഞുങ്ങൾ വളർച്ചയെത്തുന്നത് വരെ അമ്മമാർക്ക് മുല കുടിക്കുന്ന പ്രായത്തിലൊക്കെ എൻഡോസൾഫാൻ കൊടുക്കുന്നു. ഈ മക്കൾക്കും എൻഡോസൾഫാൻ കൊടുക്കുന്നു. അങ്ങനെ തലമുറയായിട്ട് കൊടുത്തിട്ട് ചെറിയ തോതിൽ പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഡോസ്, അല്ലെങ്കിൽ ഒട്ടും പ്രശ്നം ഉണ്ടാക്കാത്ത ഡോസ് ആന്ന് പറഞ്ഞാൽ 142 മനുഷ്യനിലേക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ 142 മില്ലി ദിവസേന കൊടുക്കണം. ലായനിയായിട്ട് നമ്മൾ നേർപ്പിച്ച ലായനിയാണെങ്കിൽ 142 മില്ലി കൊടുത്താൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി LOAL ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ഹയസ്റ്റ് ഡോസ് മനുഷ്യന് 50 കിലോഗ്രാം ശരീരഭാരമുള്ള ഒരു മനുഷ്യന് ഏകദേശം 1/4 ലിറ്ററിൻ്റെ അടുത്ത് 214 മില്ലി കൊടുത്താൽ മാത്രമേ ചെറിയ തോതിലുള്ള ഒരു ആരോഗ്യ പ്രശ്നം മനുഷ്യന് വരുള്ളൂ. അത്ര ഉയർന്ന തോതിൽ കാരണം ലായനി അത്രയ്ക്ക് നേർപ്പിച്ചതാണ്. 2 മില്ലി 1 ലിറ്ററിലേക്കാണ് നേർപ്പിക്കുന്നത്. ദിവസേന മനുഷ്യന് കഴിക്കാവുന്ന ഒരു ഡോസ്, ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഡോസ് എന്ന് പറഞ്ഞാൽ NAIELൻ്റെ എലിക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കാത്ത ഡോസിൻ്റെ 100-1, അതായത് 0.43 ml ആണ്. 43 മില്ലിയുടെ 100-1 0.43 ml ആണ്. എന്ന് പറഞ്ഞാൽ 10 തുള്ളിയോളം ദിവസേന മനുഷ്യന് കഴിക്കാം. ലായനിയാണ്, നേർപ്പിച്ച ലായനി 10 മില്ലിയോളം കഴിക്കാം. LD50 വാല്യൂ മനുഷ്യന് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലാൻ സാധ്യതയുള്ള ഒരു ഡോസ് എന്ന് പറയുന്നത് 3.42 ലിറ്ററാണ്. ലായനി, നേർപ്പിച്ച ലായനി അത്ര കഴിച്ചാൽ മാത്രമേ മനുഷ്യൻ ചാവാൻ സാധ്യതയുള്ളൂ. നമുക്കറിയാലോ, ലോകത്തെങ്ങും ലക്ഷക്കണക്കിന് കൃഷിക്കാർ ലക്ഷക്കണക്കിന് ലിറ്റർ കീടനാശിനികൾ ലക്ഷക്കണക്കിന് ഹെക്ടർ സ്ഥലങ്ങളിൽ തളിക്കുന്നത് കൊണ്ടല്ലേ എല്ലാവർക്കും തിന്നാൻ കിട്ടുന്നത്. മനുഷ്യന് റെസിഡ്യൂ വളരെ ചെറിയ തോതിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന ടോക്സിക്കോളജി. ഇനി എൻഡോസൾഫാൻ വായുമാർഗ്ഗമാണല്ലോ കാസർഗോഡ് തളിച്ചിട്ടുള്ളത്. അങ്ങനെ തളിച്ചു കഴിഞ്ഞാൽ ഒരു ഹെക്ടർ സ്ഥലത്ത് ആ ലായനി വരുന്നത് 23.5 മില്ലിഗ്രാം മാത്രമാണ്. വർഷത്തിൽ 2 തവണയാണ് തളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു തവണ തളിക്കുമ്പോൾ 23.5 മില്ലിഗ്രാം വരും. ഇതിൻ്റെ 10-1 തോട്ടത്തിലേക്കൂടെ നടക്കുന്ന ഒരാളുടെ കയ്യിലോ കാലിലോ ഒക്കെ വീഴുന്നു എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ 2.35 മില്ലിഗ്രാം. അപ്പോൾ ഓസ്ട്രേലിയൻ പെസ്റ്റിസൈഡ്സ് ആൻഡ് വെറ്റിനറി മെഡിസിൻ അതോറിറ്റി പറയുന്നത് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ 2.2% മാത്രമേ അകത്തേക്ക് വലിച്ചെടുക്കൂ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പം 50 കിലോഗ്രാം ശരീരഭാരമുള്ള ഒരു മനുഷ്യൻ്റെ 30 ലിറ്റർ വെള്ളമായിരിക്കും. ഏകദേശം 60% വെള്ളമാണ് നമ്മുടെ ശരീരം, രക്തവും ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ വെള്ളമാണ്. അപ്പോൾ 6×30 കിലോ നമ്മുടെ ശരീരത്തിൽ വെള്ളം, അതിലേക്ക് ഇത് ലയിച്ചു കഴിഞ്ഞാൽ 1.723 ppb 100 കോടിയിൽ 1% മാത്രമേ മനുഷ്യ ശരീരത്തിലേക്ക് അത് വരുള്ളൂ. അതൊന്നും ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഇനിയോ, ഇത് കിണറിൽ വീണമെന്ന് കരുതുക. കിണറിൽ വീണ് കഴിഞ്ഞാൽ 3 മീറ്റർ വ്യാസമുള്ള ഒരു കിണറിലേക്കാണ് ഈ ലായനി നേരിട്ട് വീഴുന്നത്. കശുമാവിൻ്റെ ഇലയിലൊന്നും തട്ടുന്നില്ല, നേരിട്ട് വീഴുകയാണ് എന്ന് കരുതുകയാണെങ്കിൽ അത് 23.5 ppb മാത്രമേ അത് ഉണ്ടാക്കുള്ളൂ. അത് മത്സ്യങ്ങളെ കൊല്ലും. പക്ഷേ മനുഷ്യന് ലോകാരോഗ്യ സംഘടന പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ദിവസേന കഴിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത അളവിൻ്റെ അടുത്ത് 20 ppb ആണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത്. 23 ppb മാത്രമേ വരുള്ളൂ. ഇതിൻ്റെ 3 ഇരട്ടി 62 ppb ആണ് അമേരിക്കയുടെ എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസി അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക്, ദിവസേന കഴിച്ചാലും കുഴപ്പമില്ലാത്ത ഡോസായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 1/3 മാത്രമേ ഈ എസ്റ്റേറ്റിനകത്തുള്ള ഒരു കിണറിലേക്ക് നേരിട്ട് ഈ കീടനാശിനി വീണ് കഴിഞ്ഞാലും വരുള്ളൂ എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇനി മണ്ണിൽ വീണാലോ, മണ്ണിൽ നിന്ന് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കാമല്ലോ കിണറിലേക്ക്.
മണ്ണിൽ വീണാൽ പോലും അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയാൻ മണ്ണിനോട് ഒട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രമേ വരുള്ളൂ. അപ്പോൾ പിന്നെ മണ്ണിൽ വീണാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഡോസ് എത്രയാണ് എന്നുള്ള ചോദ്യമുണ്ട്. ഹെൽത്ത് പിന്നെ ഇൻഡെക്സ് ലെവൽ എന്ന് പറഞ്ഞിട്ട് അത് 160 ppm ആണ്, 160 പാർട്സ് പെർ മില്യൺ ആണ്. അപ്പോൾ ഇവിടെ കാസർഗോഡ് വരുന്നത് 2 ppb മാത്രമാണ്. അപ്പോൾ കാസർഗോഡ് ആ മണ്ണിൽ വീണാലും ഒരു കുഴപ്പവും മനുഷ്യനോ ഒന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല. മത്സ്യങ്ങൾക്ക് വരാം, അല്ലാതെ മനുഷ്യന് ഒരിക്കലും വരില്ല എന്നുള്ളതാണ് ഈ ടോക്സിക്കോളജി കാൽക്കുലേഷൻ നമ്മളെ കാണിക്കുന്നത്. ഇനി ഇതും കൂടെ പറയാം, ഒരു കാര്യം കൂടെ. 2000 ഡിസംബറിൽ ഞാൻ കാർഷിക സർവകലാശാലയുടെ 2 കമ്മീഷനിൽ അംഗമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് മണ്ണ് സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളത്തിലൊന്നും കണ്ടിട്ടില്ല, പിന്നെ മണ്ണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. തളിച്ചിട്ട് 54-ാമത്തെ ദിവസമാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ നോക്കുമ്പോഴേക്കും പിന്നെ 10,000-ൽ 1 തളിച്ച കോൺസെൻട്രേഷൻ്റെ 10,000-ൽ 1 മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 54 ദിവസം കൊണ്ട് 500 ppm തളിച്ചത് പിന്നെ അത്രയുമായിട്ട് 0.5 ppm ആയിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ പഠനം കാണിച്ചിട്ടുള്ളത്. ഇനിയോ ഈ ഇതിലും കൂടി ഉണ്ടല്ലോ, ഒരു പഠനം ഉണ്ടായിരുന്നു. തളിച്ചിട്ട് 90-ാമത്തെ ദിവസം കാസർഗോഡത്തെ മണ്ണ്, പിന്നെ പശുവിൻ്റെ പാല്, പിന്നെ മത്സ്യം, വെള്ളം, ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കശുമാവിൻ്റെ അത് പിന്നെ രമേഷിൻ്റെ പഠനമാണ്, രമേഷിൻ്റെ പഠനമാണ്. ഇതിലൊക്കെ ചെറിയ തോതിൽ എൻഡോസൾഫാൻ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വളരെ ചെറിയ തോതിൽ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇതാണ് സത്യം. ഇനിയോ മനുഷ്യൻ്റെ പഠനമുണ്ട്. മനുഷ്യൻ്റെ രക്തസാമ്പിള് 90-ാമത്തെ ദിവസം അവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. 90-ാമത്തെ ദിവസം അതിലൊന്നും തന്നെ എൻഡോസൾഫാൻ കണ്ടെത്തിയിട്ടുമില്ല. എന്നിട്ടാണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത്. 90-ാമത്തെ ദിവസം എടുത്ത രക്തസാമ്പിളിൽ എൻഡോസൾഫാൻ്റെ അംശം കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ല, ഇതിലിപ്പോൾ സാറ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നടത്തിയിരിക്കുന്ന പഠനങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സാർ ഇപ്പോൾ ഇതിനകത്ത് സൂചിപ്പിച്ച ഒരെണ്ണം. വേറെ ആൾക്കാരുടെ പഠനവും. അതെ, പക്ഷേ ഇപ്പൊ ഈ പേപ്പറിൽ ഇപ്പൊ ഞാൻ അവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, അവർ പറയുന്നത് ഇപ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എടുത്തിരിക്കുന്ന പഠനങ്ങളായാലും അല്ലെങ്കിൽ ഇപ്പോൾ സാർ എടുത്തിരിക്കുന്ന പല മാനദണ്ഡങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നോ ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്ട് ലെവൽ, അതുപോലെ ലോ ഒബ്സർവ്ഡ് അഡ്വേഴ്സ് എഫക്ട് ലെവൽ, ADI അക്സെപ്റ്റബിൾ ഡെയിലി ഇൻടേക്ക് തുടങ്ങിയിട്ടുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കുറെ അധികം കൂടി ചെയ്യണമായിരുന്നു എന്നും, അല്ലെങ്കിൽ ഇപ്പൊ സാർ എടുത്തിരിക്കുന്നത് ആ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോട് പൂർണ്ണമായിട്ട് നീതി പുലർത്തുന്നതല്ല എന്ന് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായിരിക്കും സാറിന് അതിനോട് പറയാൻ? അതായത് അവരുടെ പേപ്പറിൽ പറയുന്നത് ഈ NOA ELകളൊന്നും ശിലാലിഖിതങ്ങളല്ല, അല്ലെ, അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയതല്ല, ഇതൊക്കെ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ബയോളജിക്കൽ സിസ്റ്റം ആണല്ലോ, മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളതാണ് അവരുടെ പേപ്പറിൽ പറയുന്നത്. 1954-ലാണ് എൻഡോസൾഫാൻ ലോകത്ത് വരുന്നത്. അത് ബാൻ ചെയ്യുന്നത് 2014-ലാണ്. അപ്പൊ ഇത്രയും വർഷമുണ്ടല്ലോ, ഇത്രയും വർഷം എത്രയോ ലാബറട്ടറികളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ NOA EL വാല്യൂ 0.6 മില്ലിഗ്രാമിൽ നിന്നും 0.57 മില്ലിഗ്രാമായിട്ട് അവർ കുറച്ചിട്ടുണ്ട്. അത്ര മാത്രമേ വന്നിട്ടുള്ളൂ. എത്ര പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്? കാരണം അത് 0.1 ആയിട്ട് കുറച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞിട്ടുള്ള വാല്യൂസ് എല്ലാം വളരെ വളരെ ഹോൾഡിംഗ് ആണ്. അത് പിന്നെ ഇത് തന്നെയാണ്, പ്രാഥമികമായിട്ടും ആ വാല്യൂ എടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതായത് കല്ലിൽ എഴുതിയ വസ്തുതകൾ പോലെ എക്കാലത്തേക്കും നിലനിൽക്കുന്നതല്ല. ഓക്കെ, നമ്മളത് എപ്പോഴും നമ്മൾ റിവ്യൂ ചെയ്യാൻ നമ്മൾ തയ്യാറുമാണ്. നിലവിലുള്ള പഠനങ്ങളൊക്കെ എൻ്റെ പഠനത്തെ സാധൂകരിക്കുന്നത് തന്നെയാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻഡോസൾഫാൻ ശരീരത്തിൽ കടന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി, എന്നാലും കടന്നാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതിനുള്ള പഠനങ്ങളുണ്ട്. FJ അരിബോളയുടെ ഒരു പഠനമുണ്ട്. അതായത് സാധാരണ കീടനാശിനികളൊന്നും തളിക്കാത്ത ഒരു മനുഷ്യനെ, ഒരു തൊഴിലാളിയെ കൊണ്ട് എൻഡോസൾഫാൻ തളിപ്പിച്ചു. അരമണിക്കൂർ ഒരു പോളി ഹൗസിൻ്റെ അകത്ത് തളിപ്പിച്ചിട്ട് അയാളുടെ മൂത്രത്തിലും രക്തത്തിലൊക്കെ എത്ര എൻഡോസൾഫാൻ ഉണ്ട് എന്നുള്ളത് പരിശോധിച്ചു. അതൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. എന്നിട്ട് എൻഡോസൾഫാൻ തളിക്കാത്ത ഒരാളുമായിട്ട് താരതമ്യപ്പെടുത്തി. അപ്പോൾ അതിൽ നിന്ന് കാണുന്നത് ഏകദേശം ഒരു 5 ppb 100 കോടിയിൽ 5 അംശം മാത്രമേ എൻഡോസൾഫാൻ വന്നിട്ടുള്ളൂ എന്നും 3 ദിവസം കൊണ്ട് മൂത്രത്തിലെ കൂടെ ഇത് മുഴുവൻ പോയി എന്നുള്ളതുമാണ്.
അപ്പൊ രക്തത്തിൽ കയറി കഴിഞ്ഞാൽ അത് മൂത്രത്തിലേക്ക് കൂടെ പൂർണ്ണമായിട്ടും പോകുന്നു. 3 ദിവസം എടുത്തിട്ടുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വീണ്ടും ആ പേപ്പറിൻ്റെ മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ്, ഇപ്പോൾ സാറ് എൻ്റെ പേപ്പറിൽ പറയുന്ന എൻഡോസൾഫാൻ തളിക്കപ്പെട്ട വാർഡുകളും തളിക്കാത്ത വാർഡുകളും, അതുപോലെ തന്നെ എൻഡോസൾഫാൻ തളിക്കപ്പെട്ട പഞ്ചായത്തുകളും തളിക്കാത്ത പഞ്ചായത്തുകളും, അപ്പോൾ ഇതിനകത്തേക്കുറിച്ചുള്ള ഒരു കമ്പാരിസൺ സാറിൻ്റെ പഠനത്തിൽ സാർ ഒരു ടേബിൾ കൊടുത്തിട്ട് തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അവരതിനകത്ത് പറയുന്നൊരു കാര്യം, ഈ വായുമാർഗേനയും അതുപോലെ വെള്ളത്തിലൂടെയും ഈ പറഞ്ഞ എൻഡോസൾഫാൻ ഈ തളിച്ച പ്രദേശത്ത് നിന്നും തളിക്കാത്ത പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാർ എടുത്തിരിക്കുന്ന 2 സാമ്പിളുകളും ഏതാണ്ട് ഒരേ ഇഫക്റ്റ് ഉള്ളതായിട്ട് തന്നെ ആകും എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. തെറ്റല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതെ, കാരണം നമ്മൾ ഏതൊരു പഠനം നടത്തുമ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ ആവണം. സംഖ്യാശാസ്ത്രപരമായിട്ട് ആ ഡിസൈൻ ശരിയാണെങ്കിൽ മാത്രമേ ആ പഠനത്തിന് നിഗമനങ്ങൾക്ക് പ്രസക്തിയുള്ളൂ എന്നുള്ളതാണ് സ്റ്റാറ്റ് എപ്പോഴും പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും എന്താ പറയേണ്ടത് സെൻസ് കുറഞ്ഞ ഒരു സാധനം സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻസ് ആണ് എന്നൊരു ചൊല്ലുണ്ട്. നമുക്ക് ആർക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ സെൻസ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പല തെറ്റുകളും നമ്മൾ വരുത്തുന്നത്, പല നിഗമനങ്ങളിലും നമ്മൾ തെറ്റുകൾ വരുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഞാൻ അത് മുഴുവൻ പരിശോധിച്ചു. നമ്മളിപ്പോഴും കാണിച്ചിരിക്കുന്നത് എൻഡോസൾഫാൻ നേരിട്ട് വീണ് കശുമാവിൻ തോട്ടങ്ങളിലുള്ള മണ്ണിലോ വെള്ളത്തിലോ അല്ലെങ്കിൽ അതിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളുടെ ദേഹത്ത് വീണാലോ ഒരു കുഴപ്പവും വരാനുള്ള സാധ്യതയില്ല. ADI-നേക്കാളും അല്ലെങ്കിൽ NOAEL-നേക്കാളും എത്രയോ കുറവാണ് ആ വാല്യൂസ് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയാണ് പറയുന്നത്, ഇത് അടുത്തുള്ള 11 പഞ്ചായത്തിലേക്ക് കാറ്റ് വഴി വ്യാപിച്ചാൽ പ്രശ്നം വരില്ലേ എന്നുള്ളതാണ് ഇപ്പം ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ ഇത്. അപ്പോൾ നമ്മളിപ്പം ഒരു വീട്ടിൻ്റെ ഇറയത്ത് നിൽക്കുന്നു, കാറ്റടിക്കുമ്പം മഴത്തുള്ളികൾ കുറച്ചുള്ളിലോട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ചെറിയ ചെറിയ തുള്ളികൾ. അപ്പോൾ ഉള്ളിലോട്ട് പോകും തോറും ആ തുള്ളികളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു വരും. ഇറയത്ത് വീഴുന്ന വെള്ളത്തിൻ്റെ ഒരു 10-1 പോലും ഉണ്ടാവില്ല കുറച്ച് ഉള്ളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കിലോമീറ്റർ പോയാലോ എത്ര ഉണ്ടാവും? അതിനെക്കുറിച്ച് ഒരു പഠനം പറയുന്നത് ഏറി വന്ന 500 മീറ്റർ വരെ പോകും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം പറയുന്നത്. ഞാനിത് മുഴുവൻ ഈ 11 പഞ്ചായത്തിൻ്റെ ഏരിയ ആണത് വരുന്നത്. അത് നോക്കുമ്പോൾ കശുമാവിൻ്റെ തോട്ടത്തിൻ്റെ ഏരിയ 4696 ഹെക്ടറാണ്. പഞ്ചായത്തിൻ്റെ ഏരിയ 602 സ്ക്വയർ കിലോമീറ്റർ ആണ്. 60200 ഹെക്ടർ വരുന്നത്. 100 ഹെക്ടറാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലേക്ക് ഈ തളിച്ച എൻഡോസൾഫാൻ മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞാൽ 0.00025 ppb മാത്രമേ വരുള്ളൂ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൊതുകിനെ കൊല്ലാൻ പോലും പര്യാപ്തമല്ലാത്ത അത്രയും നേർത്ത തോതിൽ മാത്രമേ ഈ പഞ്ചായത്തുകളിലേക്ക് എൻഡോസൾഫാൻ എത്തുന്നുള്ളൂ. പക്ഷെ സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 774 പേര് ഈ കീടനാശിനി കൊണ്ട് മരിച്ചു. ഇത് ഇത്രയും ഒരു കൊതുകിനെ കൊല്ലാൻ പോലും ശക്തിയില്ലാത്ത ഗാഠതയിലുള്ള ഈ കീടനാശിനി കൊണ്ട് സർക്കാർ ഇപ്പം പറയുന്നത് 774 പേര് മരിച്ചു എന്നും 6727 പേർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ. നിങ്ങൾ കാസർഗോഡിലെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹൈഡ്രോകഫാലസ് തല വലുതാവലും സെർബ്രൽ പാൽസിയും ഇങ്ങനെ കിടന്നു പോകുന്ന രോഗികളും ഒക്കെയുള്ള 6700 പേർക്ക് രോഗങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് കേരള സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കണക്ക്. ഇതാണ് ഓക്കെ ഓക്കെ. ഐ പേഴ്സണലി ആസ്ക് യു, അതായത് അപ്പോൾ ഇത്രയും പാർട്സ് പെർ ബില്യൺ നമുക്കത് ചിന്തിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു നമ്പറാണ്, അത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റിയാണ്. എന്നിട്ടും ഇത്ര അധികം, ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതിനകത്തുള്ള പല സൈനബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരയുന്ന ഒരു കുട്ടിയുണ്ട്, തല വലുതായിട്ട്. അത് എന്നെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ പോലും എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ ഹൈഡ്രോകെഫാലസ് അല്ലെങ്കിൽ ഓട്ടിസം അല്ലെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റി കൊണ്ട് സാറ് പറയുന്ന പോലെയാണെങ്കിൽ അവിടെ വരാനുള്ള സാധ്യതയുണ്ടോ? അതെ, അവിടെ വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം
മനുഷ്യന് 6000-ത്തിലധികം ജനിതക രോഗങ്ങളുണ്ട് എന്ന് വിക്കിപീഡിയയിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ അറിയാം. ഹൗ മെനി ഡിസീസസ്, ജനറ്റിക് ഡിസീസസ് ഹ്യൂമൻ ബീങ്സ് ഹാവ് എന്ന് അടിച്ചു നോക്കിയാൽ 6000 എന്ന് കാണും. ദൈവം ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ 6000 തരം ജനിതക രോഗങ്ങളോട് കൂടിയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ദൈവം ഉണ്ടാക്കി വിട്ടിട്ടുള്ളത്. ഇത് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യപ്പെടും. ഏത് പോപ്പുലേഷനിലും ഇതുമാതിരിയുള്ള രോഗങ്ങളുണ്ട്. ലോകത്തെ ഏത് പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാലും ഇതുമാതിരിയുള്ള രോഗങ്ങളുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ ഞാൻ തളിച്ച സ്ഥലവും തളിക്കാത്ത സ്ഥലവും തമ്മിലുള്ള കമ്പാരിസനാണ്. 17 തരം ജനിതക രോഗങ്ങൾ, അല്ലാത്തതുമായിട്ടുള്ള രോഗങ്ങൾ 17 തരം. ഒരു വ്യത്യാസമില്ല. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് തളിച്ച വാർഡ്, എസ്റ്റേറ്റിന് അടുത്തുള്ള വാർഡുകളും ദൂരത്തുള്ള വാർഡുകളും ഒരേ മനുഷ്യർ താമസിക്കുന്നതാണല്ലോ. ഒരേ പഞ്ചായത്ത്, ഒരേ ജനതതി, ഒന്ന് എസ്റ്റേറ്റിൻ്റെ അടുത്ത്, ഒന്ന് ദൂരെ, അതേ വ്യത്യാസമുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. സ്റ്റാറ്റിസ്റ്റിക്കലി അത് നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ പിന്നെ എല്ലാ നാട്ടിലുള്ള രോഗങ്ങൾ മാത്രമേ ഇവിടെയുമുള്ളൂ. അത് ജനിതക കാരണങ്ങളാവാം, മറ്റു കാരണങ്ങളാവാം. ഈ രോഗങ്ങളില്ലാത്ത ഒരു പോപ്പുലേഷൻ നിങ്ങൾക്ക് ലോകത്ത് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? അമേരിക്ക ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അന്റാർട്ടിക്ക ആയിക്കോട്ടെ, രോഗങ്ങളില്ലാത്ത ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ ലോകത്തുണ്ടോ? എവിടെയുമില്ല. പക്ഷെ കാസർഗോഡ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതല്ല എൻഡോസൾഫാനാണ്, അതിന് പൈസ കിട്ടണം. അതേസമയം കണ്ണൂരോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ആയിക്കോട്ടെ, അവിടെയൊന്നും എൻഡോസൾഫാനല്ല, മുട്ടുവേദന വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രായമായിട്ട് വന്നതാണ്, തേയ്മാനം കൊണ്ട് വന്നതാണ്. പക്ഷേ കാസർഗോഡാണെങ്കിൽ മുട്ടുവേദന ഈ തളിച്ച പഞ്ചായത്തിലാണെങ്കിൽ ഒരു സംശയവുമില്ല, അത് എൻഡോസൾഫാനാണ്. 5 ലക്ഷം രൂപ അവർക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി വരുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ ആ പേപ്പറിലേക്ക് മടങ്ങി വരികയാണ്. അതായത് അവരതിനകത്ത് പറയുന്ന ഒരു കാര്യം, ബയോ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ജൈവ സാന്ദ്രീകരണം. അതായത് ഈ പറഞ്ഞ ഒരു കീടനാശിനി അത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു, അത് ശരീരത്തിൽ അതിൻ്റെ അളവ് 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥ കാരണം അറിയാം. അപ്പോൾ ഇത് സാറിൻ്റെ പേപ്പറിൽ 2021 പ്രസിദ്ധീകരിച്ചതിൽ ബയോമാഗ്നിഫിക്കേഷൻ്റെ സാധ്യതകളെ തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ഒരു കാര്യം, ബയോമാഗ്നിഫിക്കേഷൻ്റെ സാധ്യത വളരെ കൂടുതലാണെന്നാണ്. മാത്രമല്ല അതിനകത്ത് അവർ പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ധ്രുവപ്രദേശങ്ങളിലും മറ്റും ഈ പറഞ്ഞ എൻഡോസൾഫാൻ ഇതുപോലെ ബയോമാഗ്നിഫിക്കേഷന് വിധേയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കാസർഗോഡ് പ്രദേശത്തും ട്രോപ്പിക്കൽ റീജിയനാണ്, ഈ പറയുന്ന ഏതാണ്ട് 30 അടുത്ത് ടെമ്പറേച്ചറുണ്ട്. അവിടെ അതിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടാവും? അതെ, അതും പിന്നെ ഒരു സംശയം ഇത് തന്നെയാണ്. ഈ പറഞ്ഞ ബയോ മാഗ്നിഫിക്കേഷൻ, ജൈവ സാന്ദ്രീകരണത്തിന് സാധ്യതയില്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് കുറഞ്ഞ കളവിലേ തളിച്ചിട്ടുള്ളൂ, എങ്കിലും അത് വെള്ളത്തിലേക്കൂടെയൊക്കെ ഈട്ടം കൂടി വന്ന് അത് രോഗം ഉണ്ടാക്കിക്കൂടെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടു കഴിഞ്ഞു, ഇവിടെ തളിച്ചിട്ടുള്ളത് വെള്ളത്തിലേക്ക് കൂടിയാണ് മനുഷ്യ ശരീരത്തിലേക്ക് വരാൻ സാധ്യത. മറ്റ് ശ്വസനം എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ 2 തവണയല്ലേ തളിച്ചിട്ടുള്ളൂ, ശ്വാസത്തിലേക്കൂടെ വളരെ കുറച്ചേ എത്തുള്ളൂ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഫാക്ടറി തൊഴിലാളികൾ ദിവസേന ശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷേ വെള്ളത്തിലേക്കൂടിയാണെങ്കിൽ ശരീരത്തിലേക്ക് എത്താൻ നല്ല സാധ്യതയുണ്ട്, ഈട്ടം കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഓൾറെഡി കണ്ടു കഴിഞ്ഞു, എസ്റ്റേറ്റിനകത്തുള്ള ഒരു കിണറിൽ നേരിട്ട് തളിച്ച എൻഡോസൾഫാൻ വീണ് കഴിഞ്ഞാൽ പോലും അത് നിത്യേന നമ്മൾക്ക് കഴിക്കാവുന്ന അളവിലും താഴെ മാത്രമേ അല്ലെങ്കിൽ തുല്യമായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ പോലും അവിടെ ചോദ്യം പ്രസക്തമാണ്. അപ്പോൾ ഇത് ജൈവസാന്ദ്രീകരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയും. അത് 5000-ലും താഴെയാണ് എൻഡോസൾഫാൻ ഉള്ളത്. പിന്നെ അതിൻ്റെ ജലലയത്വം 4.8 ആയതുകൊണ്ട് 5-ലും താഴെയാണ്. അതും ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കുന്നതല്ല. പിന്നെ ആകപ്പാട് ലോകത്ത് ബയോമാഗ്നിഫിക്കേഷൻ എൻഡോസൾഫാൻ്റെ പ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത്, വലിയ തോതിൽ കണ്ടിട്ടുള്ളത് ജലജീവികളിൽ, പ്രത്യേകിച്ചും ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമുള്ള ജലജീവികളിലാണ് ഈ എൻഡോസൾഫാൻ അല്പമെങ്കിലും കണ്ടിട്ടുള്ളത്. പക്ഷേ അവിടെ ചോദ്യം വരുന്നത്, ഈ എൻഡോസൾഫാൻ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇത് ബയോമാഗ്നിഫിക്കേഷൻ വന്നിട്ട്, ഞാൻ നേരത്തെ കാണിച്ചു, അതായത് ശരീരത്തിലേക്ക് എത്തുന്ന അതേ തോതിൽ അത് പുറത്തേക്ക് മൂത്രത്തിലേക്കൂടിയും മലത്തിലേക്കൂടിയും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ പുറത്തേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ അളവിൽ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നാലോ?
കയറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും, മനുഷ്യനിലും അത് സ്റ്റോർ ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ എന്താണ് ഇമ്പാക്റ്റ്? എൻ്റെ അടുത്ത പേപ്പർ, ഞാനിപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേപ്പർ 30 ഗവേഷണ പ്രബന്ധങ്ങളുടെ ഒരു അവലോകനമാണ്. ലോകത്തെങ്ങുമുള്ള ഈ മനുഷ്യരക്തത്തിൽ പ്രത്യേകിച്ച് അമ്മമാരിൽ ഉള്ള എൻഡോസൾഫാൻ്റെ അളവ്, രക്തത്തിലുള്ള അവരുടെ തൊലിക്കടിയിലുള്ള കൊഴുപ്പുണ്ടല്ലോ, കൊഴുപ്പിലുള്ള എൻഡോസൾഫാൻ്റെ അളവ്, അവരുടെ പൊക്കിൾ കൊടിയിലുള്ള രക്തത്തിൻ്റെ അളവ്, പിന്നെ മറുപിള്ളയിലുള്ള എൻഡോസൾഫാൻ്റെ അളവ്, പുതിയതായിട്ട് ജനിച്ചു വീണ കുട്ടിയുടെ ശരീരത്തിലുള്ള രക്തത്തിലുള്ള എൻഡോസൾഫാൻ്റെ അളവ്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള 30ഓളം ഗവേഷണ പ്രബന്ധങ്ങളാണ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ അനാലിസിസ് ഞാൻ ചെയ്തു നോക്കിയപ്പോൾ അവരുടെ ഈ പല ഭാഗങ്ങളിലായിട്ട് ശരീരകലകളിൽ 1 മുതൽ 1295 പാർട്സ് പെർ ബില്യൺ വരെ എൻഡോസൾഫാൻ കണ്ടെത്തിയിട്ടുണ്ട്. വളരെ നേരിയ അളവാണ്. അതിനെക്കൊണ്ട് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. അത് നോക്കിക്കഴിഞ്ഞാൽ ചില സാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ. ഒരു കാര്യകാരണ ബന്ധം ഒരു പേപ്പറിൽ പോലും പറയുന്നില്ല. എങ്ങനെയാണ് എൻഡോസൾഫാൻ വരുന്നത് എന്നറിയോ? മുട്ട, മാംസം, മത്സ്യം, പ്രധാനമായിട്ടും മത്സ്യം. ഈ സ്പെയിനിൽ വരുന്ന റീസൺസ് അവരിതാ പറയുന്നത്, നോൺ വെജിറ്റേറിയൻ ഫുഡ്, മെയിൻലി എഗ്സ് ആൻഡ് ഫിഷ്. അതുകൊണ്ടാണ് ശരീരത്തിലേക്ക് എൻഡോസൾഫാൻ കയറിക്കൊണ്ടേയിരിക്കുക എന്നാണ് അവർ പറയുന്നത്. മറ്റല്ലാണ്ട് തളിച്ചതിനെ കൊണ്ടല്ല. അപ്പം അങ്ങനെ കയറിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക? ഒന്ന് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ചെറിയ തോതിൽ അത് വരാം. എല്ലാം പോസിബിലിറ്റീസ് മാത്രമേ പറയുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള കാര്യകാരണ ബന്ധം ഒരു പഠനം പോലും പറയുന്നില്ല. അതിലൊന്ന് ഇത് തൈറോയിഡ് വരാം. പിന്നെ യൂറിനോജെനിറ്റൽ, മൂത്രാശയം പരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ആൺകുട്ടിയുടെ വൃഷണങ്ങൾ വൃഷണസഞ്ചിയിലേക്ക് ഇറങ്ങി വരാത്ത ഒരവസ്ഥ, ആൺകുട്ടികളുടെ ലിംഗത്തിൻ്റെ അറ്റത്ത് മൂത്രദ്വാരം വരേണ്ടതിന് പകരം താഴെ ആയിട്ട് വരിക, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ലോകത്ത് ഒരു സ്ഥലത്ത് പോലും ഇതുമാതിരിയുള്ള തല വലുതാവലോ മാനസിക രോഗങ്ങളോ ഹൃദയത്തിന് പ്രശ്നങ്ങളോ ഇതൊന്നും തന്നെ ലോകത്തെവിടെയുമില്ല. എൻഡോസൾഫാൻ കൃത്യമായിട്ട് ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയ കേസുകളിൽ പോലും ഇതുമാതിരിയുള്ള രോഗങ്ങളൊന്നും തന്നെ പറയുന്നില്ല. കാസർഗോഡ് 300 തരം രോഗങ്ങളാണ്, 774 പേര് മരിച്ചു എന്നാണ് കണക്ക്. ഇപ്പോൾ നമുക്കറിയാം എൻഡോസൾഫാൻ കേരളത്തിലെ വിഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത് നമ്മുടെ പ്രേംകുമാർ, അദ്ദേഹം പറഞ്ഞൊരു കമൻറ്റ് നമ്മൾ കേട്ടില്ലേ, കേരളത്തിലെ സീരിയലുകൾ എൻഡോസൾഫാനെക്കാട്ടിലും കൊടിയ വിഷമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വിഷത്തിൻ്റെ പ്രതീകം അല്ലെങ്കിൽ ഒരു പോയിസൻ്റെ പ്രതീകമായി എൻഡോസൾഫാൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം കൂടി, അതായത് നമ്മളുടെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ചാന്ദിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഡത്തിൻ്റെ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി വീണ്ടും കാസർഗോഡ് മെഡിക്കൽ ക്യാമ്പുകളും മറ്റും തുടങ്ങുകയാണ്. ഓർക്കുക, ഇറ്റ് വാസ് ഹാപ്പൻഡ് ഇൻ 24-25 years ബാക്ക്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അപ്പോൾ അവർക്കെല്ലാം ഒരുപക്ഷെ അവർ സാറിനെക്കാട്ടിലും മികച്ച എക്സ്പേർട്സ് സോറി ടു ആസ്ക് യു, അപ്പോൾ ആയിരിക്കില്ലേ? എങ്കിലും അതുകൊണ്ടായിരിക്കുമല്ലോ ഗവൺമെൻറ് ഇനിയും വീണ്ടും ഒരു ഇതുപോലത്തെ ഉള്ളൊരു മെഡിക്കൽ ക്യാമ്പ് വീണ്ടും ഇവിടെ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. അതെ, ഈ ഡോക്ടർ ചാന്ദിനിയുടെ റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ഞാൻ വാങ്ങിച്ചു. അതിൽ 6 ഡോക്ടർമാരും ഒരു എൻഡമോളജിസ്റ്റും ഉണ്ട്. ഈ എൻഡമോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള വാദങ്ങളെ ഒന്നും തന്നെ ആ കമ്മിറ്റി എടുത്തിട്ടില്ല. ഒരു സാധ്യതയും വരാൻ ഇതില്ല എന്ന് എൻഡമോളജിസ്റ്റ് പറഞ്ഞ റിസർച്ച് പേപ്പേഴ്സ് വെച്ച് പറഞ്ഞതിനെ ഒന്നും അവരെടുത്തിട്ടില്ല. അവരുടെ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസൾഫാൻ 6 വർഷത്തോളം മണ്ണിൽ നിലനിൽക്കാം. എവിടെയോ ഒരു പേപ്പർ ഉണ്ട്, ആ പേപ്പറിൻ്റെ ഒറിജിനൽ കിട്ടിയിട്ടില്ല ഇതുവരെ. എന്നാലും അത് സെക്കൻഡറി ഡാറ്റ വെച്ച് കോട്ട് ചെയ്തിട്ട് പറയുന്നു 6 വർഷത്തോളം നിലനിൽക്കാം. അപ്പോൾ കേരളത്തിൽ മുഴുവൻ 2005 എൻഡോസൾഫാൻ നിരോധിച്ചു. അപ്പോൾ 6 വർഷം കൊണ്ട് 2011 വരെ കേരളത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കാം. കാസർഗോഡ് വീണ്ടും 5 വർഷം. കാസർഗോഡ് 2018 വരെ ഇപ്പോൾ രോഗികളാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും 6 വർഷം കൂടെ കാസർഗോഡ് അത് നിലനിൽക്കും. കേരളത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ 6 വർഷം നിലനിൽക്കും, കാസർഗോഡ് 6 വെച്ചും 11 കൊല്ലം നിലനിൽക്കും.
ഇതാണ് ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ്. എന്നുവെച്ചാൽ അതിൽ സയൻറ്റിഫിക് സെൻസ് എത്രയുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ അതിൻ്റെ ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ പരുത്തി കൃഷിയാണല്ലോ. പരുത്തി കൃഷിയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കീടനാശിനികൾ പ്രയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ ഒരു 6 മാസത്തെ പീരീഡിൽ ഒരു 20 തവണയെങ്കിലും പലതരം കീടനാശിനികൾ പ്രയോഗിക്കും. അപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ സ്ഥിരമായിട്ട് പരുത്തി കൃഷി വന്നു കഴിഞ്ഞാൽ ഒരു 20 തവണ 30 തവണയൊക്കെ ഒരു വർഷം കീടനാശിനി തളിക്കും. എൻഡോസൾഫാൻ അടക്കമുള്ളത് പണ്ട് കാലത്ത്. ഇപ്പോഴും തളിക്കുന്നുണ്ട് മറ്റ് കീടനാശിനികൾ. അപ്പോൾ അവിടെയുള്ള തൊഴിലാളികളുടെ ഇടയിൽ പലതരം രോഗങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടും വരും. വളരെ ഉയർന്ന തോതിലാണ് അവർ തളിക്കുന്നത്. ആ രോഗങ്ങളൊക്കെ കാസർഗോഡും വരും എന്നാണ് ഈ കമ്മിറ്റി പറയുന്നത്. കാസർഗോഡ് 2 തവണയേ തളിച്ചിട്ടുള്ളൂ, അവിടെ 20 തവണ തളിച്ചു. ആ രോഗങ്ങളൊക്കെ കാസർഗോഡും വരാം. അതുകൊണ്ടാണ് ഇപ്പം സ്ക്രീനിങ് ടെസ്റ്റ് കാസർഗോഡ് നടത്താം. ഏത് കീടനാശിനി തളിച്ച് 24 കൊല്ലം കഴിഞ്ഞ ശേഷം അന്ന് തളിച്ച കീടങ്ങളെ കൊല്ലാനുള്ള സാന്ദ്രതയിൽ തളിച്ച കീടനാശിനി ഇപ്പോഴും കാസർഗോഡ് രോഗങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ക്യാമ്പ് നടത്തി തുടങ്ങി. അപ്പോൾ ഞാനത് ഹൈക്കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ വക്കീലൊക്കെ ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരുപാട് കടമ്പകളുണ്ട്. എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയനാണ്, നിങ്ങളുടെ ഒരു ഇതിനെ കൊണ്ട് മാത്രം അത് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത്. ഇതിനോട് കൂടിച്ചേർത്തുകൊണ്ട്, അതായത് 2019 സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അത് പറയുന്നത് ഈ പറഞ്ഞ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കെല്ലാം കൃത്യമായ നഷ്ടപരിഹാരം എത്ര ലക്ഷം രൂപ വെച്ചിട്ട് കൊടുക്കണം എന്നുള്ളൊരു വിധിയുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, സുപ്രീം കോടതിയുടെ കയ്യിൽ വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ തെളിവുകളോ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടാവുക. എന്തായിരിക്കും? 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് സാമാന്യം നല്ലൊരു തുകയാണ്. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ രോഗികൾ മെഡിക്കൽ ക്യാമ്പിൽ പോകാൻ, അല്ലെങ്കിൽ എന്ത് രോഗമുള്ളവർ മെഡിക്കൽ ക്യാമ്പിൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കും. പൈസ കിട്ടാൻ വെറുതെ പൈസ കിട്ടുമ്പം ആർക്കായാലും നോന്ന് ആരും പറയില്ല. അപ്പോൾ സുപ്രീം കോടതി എന്തുകൊണ്ട് തീരുമാനിച്ചു എന്നുള്ളൊരു ചോദ്യം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് ഡോക്ടർ മുഹമ്മദ് അഷീലിൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ എൻഡോസൾഫാൻ തളികൊണ്ട് ഈ രോഗങ്ങളൊക്കെ വരാമെന്നുള്ളതാണ്. ഞാനത് എസൻസിൻ്റെ വേദികളിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ചെലന്തിക്ക് രോഗം വരാം, ന്യൂറോടോക്സിനാണ് എൻഡോസൾഫാൻ. കാരണം ചെലന്തിക്ക് ബോഡി വെയിറ്റ് വളരെ കുറവാണല്ലോ, ചെലന്തിക്ക് ചത്തുപോകാം, രോഗം വരാം, അപ്പം മനുഷ്യനും വരാം. അതാണ് അതിൻ്റെ നിഗമനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ തോതിൽ വരാമെന്ന് പല സിസ്റ്റംസിനും, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം, ന്യൂറോടോക്സിസിറ്റി, അതുമാതിരിയുള്ള ഒരുപാട് രോഗങ്ങൾ വരാമെന്ന് ഡോക്ടർമാരുടെ ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. അതിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങളുണ്ട്. അതൊന്നും തന്നെ അതിൽ കോട്ട് ചെയ്തിട്ടേ ഇല്ല. 1 സൈഡഡ് ആയിട്ട് ആണ് ആ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അതിനെക്കുറിച്ച് ശാസ്ത്രഗതിയിൽ ഡോക്ടർമാരുടെ വൈദ്യ നൈതികതയെയും ബൗദ്ധിക സത്യസന്ധതയെയും സംബന്ധിച്ചിട്ട് പിന്നെ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല. ഇത് വലിയ തോതിൽ ഡോക്ടർമാർ ചെയ്തിട്ടുള്ള ഒരു ചതിയാണ്, ശാസ്ത്രത്തോട് ചെയ്തിട്ടുള്ള ഒരു ചതിയാണെന്നേ ഞാൻ പറയുള്ളൂ. നമുക്ക് വേണ്ടത്, നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ടാണ് നമ്മുടെ ജീവിതോപാധി ചെയ്യുന്നത്. അപ്പം ആ ശാസ്ത്രത്തിനോട് നമ്മൾ നീതി കാണിക്കണം. അതാണ് നമ്മൾ ജനങ്ങളോടും കാണിക്കുന്ന നീതി എന്ന് പറയുന്നത്. പക്ഷേ അതല്ല ഇവരവിടെ ചെയ്തിരിക്കുന്നത്. സകല രോഗങ്ങളും എൻഡോസൾഫാൻ. സുപ്രീം കോടതി സ്വാഭാവികമായിട്ട് അത് പരിഗണിച്ചു. ആ പരിഗണിച്ചതിൻ്റെ പേരിൽ ഇവർക്കെല്ലാം പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയെന്നുള്ള. ഇനി മാനദണ്ഡം ഞാൻ പറയാം. ഈ ഡോക്ടർ അഷീലിൻ്റെ നേതൃത്വത്തിലാണ് മാനദണ്ഡം. ആദ്യം ഒരു മാനദണ്ഡവുമില്ല. ആദ്യത്തെ 4200 പേരെ രോഗികളാക്കിയതിനും പിന്നെ ഒരു മാനദണ്ഡവുമില്ല. വന്നവരെ ക്യാമ്പിൽ വരുന്നവർ ശരി, തലയിൽ ഡൈ തേച്ചു ഒരാൾ ആദ്യമായിട്ട് തേക്കുന്നതാണ്. ഭയങ്കര റിയാക്ഷൻ വന്നു, മുഖമൊക്കെ വീങ്ങി വീർത്ത് വല്ലാതെയായി. അപ്പോൾ എന്നിട്ട് എൻഡോസൾഫാൻ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു. ക്യാമ്പിൽ പോയി എൻഡോസൾഫാൻ, ആ രോഗം എൻഡോസൾഫാൻ എന്ന് പറഞ്ഞിട്ട് അത് എൻഡോസൾഫാൻ ആക്കി. അങ്ങനെ എത്ര തരം രോഗങ്ങൾ എന്നറിയോ? ഇഷ്ടം. അത് ഈ അരമന രഹസ്യം അങ്ങാടിയിൽ പരസ്യം എന്ന് പറഞ്ഞ മാതിരി കാസർഗോഡ് ഇത് ഭയങ്കര പരസ്യമാണ്, നിങ്ങൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനെ സകല രോഗങ്ങളും എൻഡോസൾഫാനാക്കി മാറ്റി. അപ്പോഴും ഞാൻ അവിടെ പിന്നെ RTI ചോദിച്ചു, ഏതൊക്കെ തരം രോഗങ്ങളാണ് എൻഡോസൾഫാൻ, ഇതിനുള്ള ആധികാരികമായിട്ടുള്ള പ്രബന്ധങ്ങൾ എവിടെ?
പിന്നെ എന്ത് ക്ലിനിക്കൽ എവിഡൻസ് ആണ്, എന്ത് ബയോകെമിക്കൽ എവിഡൻസ് വെച്ചിട്ടാണ് നിങ്ങളിത് എൻഡോസൾഫാൻ കൊണ്ട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓരോ മറുപടി തന്നു. അതൊന്നും ശാസ്ത്രീയമായിട്ടുള്ള മറുപടിയൊന്നുമല്ല. അതിനുശേഷം ഈ ഡോക്ടർ അഷീലിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു മാനദണ്ഡം ഉണ്ടാക്കി. ആ മാനദണ്ഡവും അബ്സേർഡാണ്, അസംബന്ധമായിട്ടുള്ള മാനദണ്ഡമാണ്. എന്നാലും അദ്ദേഹമാണല്ലോ ആദ്യം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള മാനദണ്ഡം ഉണ്ടാക്കി. ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടാക്കിയിട്ടുള്ള ഈ മാനദണ്ഡം സംസ്ഥാന തലത്തിലുള്ള ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ബോർഡ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ കാരുണ്യ പൈസ വരില്ല, കാരുണ്യ ഇതിൻ്റെ അതിന് മാനദണ്ഡമുണ്ട്. അത് പ്രകാരം മാത്രമേ ഒരാൾക്ക് പൈസ കിട്ടുള്ളൂ. ഇപ്പം വയനാട് ദുരന്തം ഉണ്ടായി, അതൊക്കെ ധനസഹായം കൊടുക്കാൻ മാനദണ്ഡമുണ്ട്. പക്ഷേ കാസർഗോഡ് മാത്രം ഒരു സംസ്ഥാന തലത്തിൽ അംഗീകരിക്കാത്ത കേവലം ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടാക്കിയ അസംബന്ധ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് ഇപ്പോഴും രോഗികളാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, അപ്പോൾ സാറ് ഒടുവിൽ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് യാതൊരു തരത്തിലുള്ള കൺക്ലൂസീവ് എവിഡൻസും ഇല്ലാതെ കേവല വൈകാരികമായ ഒരു കാര്യത്തിൻ്റെ പുറത്ത് നമ്മൾ പത്രത്തിലുള്ള വാർത്തകളും പടങ്ങളും ഒക്കെ കൊണ്ട് ആണ് ഇത്രയും വലിയ, അല്ലെങ്കിൽ നമ്മളെല്ലാവരെയും എന്താ പറയുക, മതിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വലിയ ഒരു പ്രചാരണം നടക്കുന്നത് എന്നാണ് സാർ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പൊതുബോധത്തിനെതിരെ പറയുവാൻ ഒരാൾക്കും ധൈര്യമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ധൈര്യമില്ല. നേരെ അമ്മേനെ തച്ചാൽ പോലും രണ്ടഭിപ്രായം എന്ന് പറയുന്ന നിയമസഭയിൽ പോരടിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും എൻഡോസൾഫാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരക്ഷരം മിണ്ടില്ല. കാരണം അവരുടെ വോട്ട് പോകുന്നതാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു നിലപാടെടുക്കുന്നു, എൻഡോസൾഫാൻ തളിച്ചതിനെ കൊണ്ട് ഒരു രോഗം വന്നിട്ടില്ല എന്നുള്ള നിലപാട് നിങ്ങൾ എടുക്കുന്നു. അന്നേരം നിങ്ങൾ പ്രോ കോർപ്പറേറ്റ് എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ് ലോബിയുടെ ആളാവുന്നു, നിങ്ങൾ പ്രകൃതിക്കെതിരാവുന്നു, നിങ്ങൾ പാവപ്പെട്ട ഗ്രാമീണർക്കെതിരാവുന്നു. അങ്ങനെ നിങ്ങൾ എതിരായിട്ടാണ് നിങ്ങളെ പ്രതിഷ്ഠിക്കുക. നിങ്ങൾ സത്യത്തിന് നിൽക്കുന്നു, ശാസ്ത്രത്തിന് നിൽക്കുന്നു എന്നല്ല. അപ്പോൾ ആ ഒരു പ്രതിച്ഛായ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും വേണ്ടതല്ല. കാരണം ആർക്കും വോട്ട് കിട്ടൂല. അങ്ങനെയായിട്ട് ഇതിനെ മാറ്റിക്കഴിഞ്ഞത് കൊണ്ട് ഈ ഒരാളും എൻഡോസൾഫാൻ ഈ സത്യം ഒരാളും വിളിച്ചു പറയില്ല എന്നുള്ളതാണ് അവിടെ സത്യം വരുന്നത്. ഈവൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും അത് വിളിച്ചു പറയാനോ അല്ലെങ്കിൽ അതിനെ നേരിടാനോ, ശാസ്ത്രം എന്താണെന്ന് കേരളത്തെ പഠിപ്പിച്ച ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പലതവണ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും അതിനെ കയ്യോടെ മുഖത്തോട് മുഖം നേരിട്ട് കണ്ട് നിലപാട് സ്വീകരിക്കാൻ അവർക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ട് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് നിലനിൽക്കുന്നത് കൊണ്ട് പൊതുബോധത്തിന് അനുകൂലമായിട്ട് നീങ്ങുക മാത്രമേ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ സർക്കാർ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. കുറച്ച് പൈസ പോയാലെന്താ, നിങ്ങളുടെയും എൻ്റെയും ടാക്സ് മണി കുറച്ച് ആൾക്കാർക്ക് പോകുന്നു, അതിനെന്താ കുഴപ്പം എന്നുള്ള നിലക്കാണ് അവിടെ ചോദ്യം വരുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ബാക്കിയുണ്ട്. പക്ഷേ ഇത് പറയാം, ഞാൻ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഇപ്പോൾ എൻഡോസൾഫാൻ്റെ LD50 വാല്യൂ എന്ന് പറയുന്നത് 160 എന്ന് പറഞ്ഞാൽ 163 ഗ്രാം കഴിച്ചാൽ ഒരു കിലോ ശരീരഭാരമുള്ള ഒരു എലി ചത്തുപോകാൻ സാധ്യതയുണ്ട്, മില്ലിഗ്രാം കഴിച്ചാൽ. ഡൈക്ലോഫെനാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വേദന സംഹാരിയില്ലേ, മസിൽ വേദന, മുട്ടുവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അത് 53 ഗ്രാം കഴിച്ചാൽ തന്നെ എലി ചത്തുപോകും. എന്ന് പറഞ്ഞാൽ അത് എൻഡോസൾഫാൻ്റെനേക്കാളും 3 ഇരട്ടി വിഷമുള്ളതാണ് ഡൈക്ലോഫെനാക്ക്. നമ്മൾ കഴിക്കുന്ന ഡൈക്ലോഫെനാക്ക്, നമ്മളെ വയറ്റിലേക്ക് നേരിട്ട് പോകുന്ന ഡൈക്ലോഫെനാക്ക് എൻഡോസൾഫാൻ്റെ 3 ഇരട്ടി വിഷം കൂടുതലുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഡോക്ടർമാരൊക്കെ പോയാൽ 3 ഡൈക്ലോഫെനാക്ക് കഴിച്ചോ, ഒരു ദിവസം രാവിലെ ഉച്ചക്ക് രാത്രി വേദന വല്ലാണ്ട് തോന്നുന്നെങ്കിൽ രാത്രിക്കും കൂടി ഒന്ന് കഴിച്ചോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചാവാനുള്ള ഡോസിൻ്റെ 10-1 50 കിലോഗ്രാം ശരീരഭാരമുള്ള ഒരാൾ ചത്തുപോകേണ്ട ഡോസിൻ്റെ 10-1 വരെ കഴിച്ചോ എന്ന് പറയും. എന്നാലും ഒരു കുഴപ്പമില്ല. പക്ഷേ എൻഡോസൾഫാനോ അതിൻ്റെ 1000-1 പോലും ദേഹത്ത് തുള്ളിയായിട്ട് വീണാൽ പോലും പ്രശ്നമാണ് എന്നാണ് ഈ ഡോക്ടർമാരും
ഈ സംസ്ഥാന ഇവരും നമ്മളോട് പറയുന്നത്. അതിൻ്റെ ആ കോൺട്രാഡിക്ടറി ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡൈക്ലോഫെനാക്കിനെ എടുത്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ സത്യം. ഓക്കെ, തീർച്ചയായിട്ടും സാറിനോട് ഇനിയും അനേകം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒറ്റ കാര്യമാണ് പറയുന്നത്, നമ്മുടെ എസൻസിൻ്റെ ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ടൈറ്റിൽ വേർഡ് എന്ന് പറയുന്നത് ലെറ്റ് എവിഡൻസ് ലീഡ് എന്നുള്ളതാണ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഈസ് എ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ് എന്നുള്ളതാണ്. അവിടെ എവിഡൻസിന് മാത്രമേ സ്ഥാനമുള്ളൂ. അവിടെ നമ്മൾ പറയുന്നത് പോലെ ഡെമോക്രറ്റൈസേഷൻ, സയൻസിൻ്റെ ജനാധിപത്യവൽക്കരണം അല്ലെങ്കിൽ ജനകീയ ശാസ്ത്രം, ശാസ്ത്രത്തിനെ ജനകീയമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സയൻസിനെ സംബന്ധിച്ചിടത്തോളം അലങ്കാരത്തിലുപരി അതിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. സയൻസ് എവിടെയാണോ എവിഡൻസ് ഉള്ളത് അവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഇത്ര അധികം എവിഡൻസും കയ്യിൽ വെച്ചിട്ടാണ് ഡോക്ടർ ശ്രീകുമാർ സാർ നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് ഇനിയും അങ്ങോട്ട് കൂടുതൽ കൂടുതൽ തെളിവുകൾ മിക്ക മേഖലയിൽ, ഇതിൽ മാത്രമല്ല അദ്ദേഹം വ്യാപരിക്കുന്ന എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് തെളിവുകൾ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബോധ്യങ്ങളെയും നിലപാടുകളെയും ഒക്കെ മാറ്റും വണ്ണം ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് വളരെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇനി താങ്ക് യു വെരി മച്ച്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിപ്പോൾ ഈ കൃഷി മേഖലയിലൊക്കെ ഈ ഏലം കൃഷീൻ്റെ അതൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതിൻ്റെ എഫക്ട്സ് എന്തായിരിക്കും നാളെ, ലൈക്ക് ഭാവിയിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയായിരിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഈ ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഒരു റിയാക്റ്റീവ് ഓക്സിജൻ ഉണ്ട്, H2O2. അത് H2O ആയിട്ട് ഒരു O റിലീസ് ചെയ്യും. ആ റിയാക്റ്റീവ് ഓക്സിജൻ പിന്നെ മണ്ണുമായിട്ട് അവിടെ അല്ലെങ്കിൽ കാർബൺ ഉള്ള എന്ത് വസ്തുവായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വാങ്ങിയിട്ട് കുഴിനകത്തിന് ഒഴിച്ചു കഴിഞ്ഞാൽ പത ഇങ്ങനെ വരും. കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നതാണത്. ഈ കുഴിനകത്തിൻ്റെ ഉള്ളിലുള്ള മണ്ണുമായിട്ട് ജൈവവസ്തുക്കളായിട്ട് പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നതാണ്. അപ്പോൾ ഈ ഇലപ്പരപ്പിലുള്ള കാർബണും അതുമാതിരിയുള്ള മറ്റു വസ്തുക്കളായിട്ട് ഇത് പ്രവർത്തിക്കുകയും അതിലുള്ള സൂക്ഷ്മജീവികൾ ചിലപ്പോൾ ചത്തുപോയേക്കും. കാരണം അതിന് കാർബണാണ് അതിൻ്റെയൊക്കെ ഫീഡ്. ഇലപ്പരപ്പിൽ ഇലേൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരുപാട് രാസവസ്തുക്കളുണ്ട്. അതാണ് ഈ സൂക്ഷ്മജീവികൾ തിന്നുന്നത്. അതില്ലാണ്ടിരിക്കുമ്പോൾ സൂക്ഷ്മജീവികൾ ചത്തുപോകും. ഇല നല്ല തിളങ്ങി നിൽക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഈ ഇലപ്പരപ്പിലുള്ള സൂക്ഷ്മജീവികൾ ആ ഇലകൾക്ക് ആവശ്യമാണ്. അത് കോടിക്കണക്കിന് വർഷങ്ങളിലെ അസോസിയേഷനാണ്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇലക്ക് ആരോഗ്യം ഉണ്ടാവുക. പിന്നെ ഇടുക്കിയിലൊക്കെ ചെയ്യുന്നത് ഇത് മണ്ണിലൊഴിക്കും. മണ്ണിലൊഴിച്ചു കഴിയുമ്പോൾ മണ്ണിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോവും. മണ്ണിലെ കാർബൺ പോയി കഴിഞ്ഞാൽ മണ്ണ് ഊഷരമായി, മണ്ണിന് ഫലപുഷ്ടി ഉണ്ടാവില്ല. മണ്ണിൽ കൂടുതൽ സൂക്ഷ്മജീവികൾക്ക് നിൽക്കാനും പടലത്തിൽ കോടിക്കണക്കിന് സൂക്ഷ്മജീവികളാണ് ഓരോ ചെടിയുടെയും വേര് പടലത്തിൽ നിൽക്കുന്നത്. അവർക്കൊക്കെയുള്ള ഫുഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ചെടിക്ക് നിലനിൽപ്പുണ്ടാവില്ല. അധികം താമസിയാതെ ആ ചെടിയും പോയേക്കാം. മണ്ണിൽ അല്പം കാർബൺ ബാക്കിയുണ്ടെങ്കിൽ നിൽക്കും. അത് വളരെ മോശമാണ്. ഇലേൻ്റെ മുകളിൽ തെളിച്ചാൽ ചിലപ്പം വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം. ഒരിക്കലും മണ്ണിൽ ഒഴിക്കരുത്. എന്ന് മാത്രമല്ല, ഇതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട പുതിയ രാസവസ്തുക്കൾ, രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള രാസവസ്തുക്കളാണ് ആധുനിക ശാസ്ത്രം കൊണ്ടുവരുന്നത്. അതാണ് തെളിക്കേണ്ടത്. ഇപ്പം ഇഞ്ചിക്ക് വരുന്ന ഫിലോസ്റ്റിക്റ്റ രോഗമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഏലത്തിന് വരുന്ന രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള മരുന്ന് ശാസ്ത്രലോകം പറയുന്നുണ്ട്. അത് തെളിച്ചു കഴിഞ്ഞാൽ മറ്റ് സൈഡ് എഫക്ട്സ് ഇല്ലാതെ നമുക്കതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല ഉപയോഗിക്കേണ്ടത്. അതാണ് അതിൻ്റെ സത്യം. എൻഗമജയ്ക്ക് തുല്യമായിട്ട് അതിന് ആനുപാതികമായിട്ട് എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തിലും അതേപോലെ എൻഡോസൾഫാൻ രോഗികളുണ്ടോ എന്നുള്ളത് അന്ന് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു സംശയമാണ്. സാറ് ഇതിനു മുമ്പ് 1-2 മീറ്റിങ്ങുകളും കണ്ടിരുന്നു. സാറ് ഒരു പരിപാടി പോലും മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ പിന്നീടൊന്നുള്ളത് എസൻസ് ശരിക്കും എൻഡോസൾഫാനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ളതല്ലല്ലോ. നമുക്ക് പ്രധാന വിഷയം എസൻസ് എൻഡോസൾഫാൻ എന്നുള്ള വിഷയം തന്നെ വിടണം. നമുക്ക് ജനങ്ങളാണ്, അവിടുത്തെ ദുരിതബാധിതരാണ്, ഇന്ത്യയിലെ കൃഷിയാണ് നോക്കേണ്ടത്. ഈ എൻഡോസൾഫാനെയും ഇതേപോലെയുള്ള ശ്രീകുമാർ സാറിനെ പോലെയുള്ളവർ ചുമന്ന് നടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഞാൻ മറുപടി പ്രതീക്ഷിക്കുന്നില്ല. ജോസഫ് സാറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അത് അടുത്ത ഘട്ടം ക്യാമ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഇനിയും പിന്നെ ദയാഭായിയെ പോലുള്ള ആൾക്കാർ ഒരു കുട്ടി ഇനിയും എടുത്തിട്ട് പിന്നെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട്
നാടകങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ ബനിയും ക്യാമ്പുകൾ നടക്കും. അത് നടത്താൻ അനുവദിക്കണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ ടാക്സ് പേയേഴ്സിൻ്റെ മണി എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഒരാൾ ഇന്നാള് വാട്സപ്പ് ഒരു ഇതിൽ ചോദിച്ചിരിക്കുന്നത്, ഫേസ്ബുക്കിൽ ചോദിച്ചിരിക്കുന്നത്, എൻഡോസൾഫാൻ ദുരിതബാധിതൻ എന്നുള്ള നിലയിൽ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടി, ഇത് ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പൈസ കിട്ടും? അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന നിലയിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. അത് നമ്മൾ അനുവദിക്കണമോ എന്നുള്ള ചോദ്യം കൂടി അവിടെ ഉണ്ട്. നമസ്കാരം സാർ. എൻഡോസൾഫാൻ ഈ വിദേശ രാജ്യങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ അമേരിക്ക, കാനഡ പോലുള്ള വികസിത രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും അതിൻ്റെ കാരണം? സ്വാഭാവികമായിട്ടും വരുന്നൊരു സംശയമാണ്. എൻഡോസൾഫാൻ ബാക്കിയുള്ള രാജ്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. 80-ലധികം രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള ഒരു രാസവസ്തുവാണ് എൻഡോസൾഫാൻ. 54 പ്രൊഡക്ഷൻ തുടങ്ങി. 2004 ആകുമ്പോഴേക്ക് യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചു. 2014 ആകുമ്പോഴേക്ക് അമേരിക്ക നിരോധിച്ചു. 2011 തന്നെ ഇന്ത്യ നിരോധിച്ചു. അപ്പോൾ ആ നിരോധിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻഡോസൾഫാൻ വളരെ ചെറിയ തോതിലെങ്കിലും ബയോ മാഗ്നിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ജൈവസാന്ദ്രീകരണം ഈ ആർട്ടിക്കിലും അന്റാർട്ടിക്കിലുമുള്ള ജലജീവികളിൽ ജൈവസാന്ദ്രീകരണം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാരണം. രണ്ടാമത്തേത് ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ചുവല്ലോ, രോഗങ്ങളൊന്നും ഉണ്ടാക്കുന്നതായിട്ട് ഡയറക്റ്റായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും സ്ത്രീ തൊഴിലാളികളുടെ രക്തത്തിലും മുലപ്പാലിലും ഒക്കെ എൻഡോസൾഫാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കെമിക്കൽ ഇനി നിലനിർത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് എൻഡോസൾഫാൻ വിവിധ രാജ്യങ്ങൾ ബാൻ ചെയ്തത്. ലോകത്ത് എവിടെയും തന്നെ ഇതുമാതിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ബാൻ ചെയ്തിട്ടില്ല. എൻഡോസൾഫാൻ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2010 ശാസ്ത്രഗതിയിൽ ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. കാരണം എൻഡോസൾഫാൻ എന്നുള്ളൊരു കീടനാശിനി നമുക്ക് മാറ്റി നിർത്തുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതിനെ കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള ആ ഒരു വാദം പൂർണ്ണമായിട്ടും തെറ്റാണ്. എൻഡോസൾഫാൻ മറ്റു കാരണങ്ങൾ കൊണ്ട് നിരോധിക്കണം എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രം. അത് തന്നെയാണ് ശരി. ആ നിലപാടാണ് നമ്മൾക്കുള്ളത്. താനും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നിരോധിക്കണം, പക്ഷെ മറ്റു കാരണങ്ങൾ കൊണ്ടാണ്. ലോകത്തെവിടെയും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതിഭീകരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ഹെൽത്ത് ഇഫക്ട്സ്, താൽക്കാലികമല്ല, സ്ഥിരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ ലോകത്ത് ഇതുവരെയും ഒരു കീടനാശിനി പോലും നിരോധിച്ചിട്ടില്ല. എൻഡോസൾഫാൻ പോട്ടെ, എൻഡ്രിൻ, ആൽഡ്രിൻ, ഹെപ്റ്റാക്ലോ, ഇതൊന്നും തന്നെ നിരോധിച്ചിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതിന്റെ പേരിൽ. മറ്റു കാരണങ്ങൾ കൊണ്ടാണ് ഇവയൊക്കെ നിരോധിച്ചിട്ടുള്ളത്. കാരണം തളിക്കുന്ന കോൺസെൻട്രേഷനിൽ ഇതൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. മറ്റ് കാരണങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ജലജീവികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പരിസ്ഥിതിയിൽ മറ്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം, അതിനൊക്കെ കൊണ്ട് നിരോധിക്കാം. അത്രയേ വരുന്നുള്ളൂ. സാറേ, തുടർച്ചയായി രാസവളങ്ങൾ മണ്ണിൽ ചേർക്കുമ്പോൾ അതിൻ്റെ ഫലഭൂയിഷ്ഠത പിന്നീട് നഷ്ടപ്പെടുന്നുണ്ടോ? സാധാരണ ഇതിൽ 3 വർഷം നമ്മൾ തെങ്ങിന് രാസവളം ഇട്ടിട്ട് 2 വർഷം കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ വിളവ് കുറവ് വരുന്നതായി കാണിക്കുന്നുണ്ട്. അത് അതിൻ്റെ സ്വാഭാവികമായ ആ ഫെർട്ടിലിറ്റി കുറഞ്ഞു പോകുന്നതാണോ, അതല്ല അതിന് എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോയെന്ന്? അത് ഒന്ന് നൈട്രജൻ അടങ്ങിയ രാസവളങ്ങൾ, യൂറിയ അല്ലെങ്കിൽ ഫാക്ടം ഫോസ്, അതിൽ മാതിരിയുള്ള രാസവളങ്ങളിൽ നൈട്രജൻ്റെ അംശമുണ്ട്. അത് സ്ഥിരമായിട്ടിടുമ്പോൾ 2 കാരണങ്ങൾ വരും. ഒന്ന്, മണ്ണിലുള്ള പുളിരസം കൂടി വരും. പുളിരസം കൂടുമ്പോൾ ചെടിയുടെ ആരോഗ്യം കുറയും, വിളവ് കുറയും. രണ്ടാമത്തേത്, ഈ നൈട്രജൻ മണ്ണിൽ കൂടുമ്പോൾ മണ്ണിലുള്ള കാർബൺ കൂടി ഉപയോഗിച്ചുകൊണ്ട് സൂക്ഷ്മജീവികളുടെ അളവ് കൂടും. അവർ ഈ കാർബൺ ഉപയോഗിച്ച് തീർക്കുമ്പോൾ പിന്നെ നൈട്രജൻ ഇട്ട് കഴിഞ്ഞാലും വേണ്ട രീതിയിലുള്ള എഫക്റ്റ്. കാരണം നൈട്രജൻ നിലനിർത്താനുള്ള കാർബൺ മണ്ണിലില്ലെങ്കിൽ നൈട്രജൻ വെള്ളത്തിൽ ലയിച്ചിട്ട് പോകും, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ ആയിട്ട് വായുവിലേക്കും പോകാം. അങ്ങനെ വരുമ്പോൾ ആ മണ്ണിൻ്റെ ഫലപുഷ്ടി കുറയും. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ജൈവവളങ്ങളും ഉപയോഗിക്കണം, രാസവളങ്ങളും ഉപയോഗിക്കണം എന്നാണ്. പക്ഷേ രാസവളങ്ങൾ മാത്രമായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരാം. നമ്മുടെ പറമ്പിലുള്ള ജൈവ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ തെങ്ങിനാണെങ്കിൽ വേറെ ജൈവവളമൊന്നും വേണമെന്നില്ല. തെങ്ങിൻ്റെ ഓലയും മടലും ചകരിയും ഒക്കെ തടത്തിൽ നിറച്ചാൽ തന്നെ ആ തെങ്ങിന് വേണ്ട ജൈവവളമായി. പിന്നെ രാസവളം മാത്രം ഇട്ടാൽ മതിയാവും.
അപ്പോൾ ആ തോതിൽ ജൈവാംശം മണ്ണിൽ എപ്പോഴും ഉണ്ടാവണം. ഉഷ്ണമേഖല പ്രദേശമാണ് കേരളം, മണ്ണിനെപ്പോഴും പുതപ്പുണ്ടാവണം. വർഷകാലത്ത് ചെടികളുടെ പുതപ്പാവാം, വേനൽക്കാലത്ത് ഉണങ്ങിയ ഇലകളുടെയും മറ്റു വസ്തുക്കളുടെയും പുതപ്പാവാം. പുതപ്പുള്ള മണ്ണ്, മൾച്ചിങ്, പുതപ്പുള്ള മണ്ണിനെ ആരോഗ്യം ഉണ്ടാവുള്ളൂ. പുതക്കാത്ത കവറിങ് ഇല്ലാത്ത മണ്ണിൻ്റെ ആരോഗ്യം എപ്പോഴും കുറഞ്ഞു വരും. ഇതാണ് വസ്തുത. നമസ്കാരം. ഞാൻ പച്ചക്കറി നടുന്ന ആളാണ്. കുറേ തരം പച്ചക്കറി നടുന്നുണ്ട്. പക്ഷെ അതിന് ചാണകവും വെണ്ണീരവും ഉപയോഗിക്കൽ വളത്തിന് പകരം. അപ്പോൾ ഇത് നട്ട് കഴിഞ്ഞ് ഒരു പാതിയാകുമ്പോൾ തന്നെ കീടങ്ങൾ വന്നിട്ട് മൊത്തം തണ്ട് മുറിച്ചിടൽ, ഇല മുറിച്ചിടൽ, ഇങ്ങനെയൊക്കെ ചെയ്തു. അതിന് ഞാൻ വെളുത്തുള്ളിയൊക്കെ കഷായം പോലെ ഉണ്ടാക്കിയിട്ടെല്ലാം തെളിച്ച് കൊടുത്തിട്ടുള്ള കുറച്ചൊക്കെ പരിധിയുള്ളതായിരുന്നു. എന്നാലും എനിക്ക് നല്ല വിളവ് കിട്ടലുണ്ട്. പക്ഷേ അതിന് കീടത്തിന് മൊത്തത്തിൽ കളയാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെനിക്ക് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരം ഉണ്ടായിരുന്നു. അത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. പലതരം കീടങ്ങളുണ്ട്, പലതരം രോഗങ്ങളുണ്ട്, പലതരം പോഷക പ്രശ്നങ്ങളുണ്ട്. നൈട്രജൻ കൂടാം കുറയാം, ഫോസ്ഫറസ് കൂടാം കുറയാം, അങ്ങനെ വരുന്ന പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു നിർണയം, രോഗനിർണയം നടത്തിയാലേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് പൊതുവായിട്ട് ചെയ്യാവുന്നത് വേപ്പധിഷ്ഠിത കീടനാശിനി മേടിക്കാൻ കിട്ടും. അത് ഒരു 5 മില്ലി 6 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ നിങ്ങൾ ആഴ്ചക്ക് ഒരു തവണ അടിച്ചു കഴിഞ്ഞാൽ പൊതുവേ ഇതെല്ലാം കുറയും. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിന് സ്പെസിഫിക് ആയിട്ട് തന്നെ ഓരോന്ന് പ്രയോഗിക്കേണ്ടി വരും. നേരത്തെ എൻഡോസൾഫാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വിഘടനവുമായിട്ട് ഈ എൻഡോസൾഫാൻ മണ്ണിൽ പതിക്കുമ്പോൾ, അതുപോലെ തന്നെ വെള്ളത്തിൽ വീഴുന്ന സമയത്ത്, പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന സമയത്ത് ഇതിൻ്റെ വിഘടനവുമായിട്ട് സംബന്ധിച്ച് എത്ര സമയ വ്യത്യാസമുണ്ട്? അപ്പോൾ ഞാനൊരു പേപ്പർ കണ്ടിട്ടില്ല, ഒരാൾ പറയുന്നത് കേട്ടതാണ്. അത് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞ് ഒരുപാട് കാലം നിലനിൽക്കും, അത് തലമുറകളിലേക്കൊക്കെ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് തെളിവ് കാണാത്തതുകൊണ്ട് അത് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാറിൻ്റെ അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിപ്പോൾ FJ അരിബോളയുടെ ഒരു പേപ്പർ ഞാൻ കാണിച്ചു. അതായത് എൻഡോസൾഫാൻ തളിച്ച ഒരാളുടെ രക്തത്തിൽ എത്രയുണ്ട്, മൂത്രത്തിൽ എത്രയുണ്ട്, എത്ര കാലം കൊണ്ട് അത് പൂർണ്ണമായിട്ട് പോകുന്നു. 3 ദിവസം. അതായത് ആൽഫ എൻഡോസൾഫാൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് ശരീരത്തിൽ 0.7 ദിവസമാണ്. ഇപ്പം 100 ppb ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അത് 50 ppb ആയിട്ട് കുറയും. അടുത്ത ദിവസം കൊണ്ട് അത് 250 അല്ല 25 കുറയും. അങ്ങനെ കുറഞ്ഞിട്ട് 3-4 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ട് പോകും. സാധാരണ കേസിൽ പുതിയതായിട്ട് എൻഡോസൾഫാൻ കയറിക്കൊണ്ടേ ഇരിക്കുന്നില്ലെങ്കിൽ 3-4 ദിവസം കൊണ്ട് അത് മുഴുവൻ മൂത്രത്തിലേക്കൂടിയും മലത്തിലേക്കൂടിയും പോവും. പക്ഷേ പുറത്തേക്ക് പോകുന്നതിനേക്കാളും കൂടിയ അളവിൽ ശരീരത്തിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊഴുപ്പിലേക്ക് അത് പോകും. പക്ഷേ കൊഴുപ്പ് എന്ന് പറഞ്ഞാലും അത് സ്റ്റാറ്റിക് അല്ല, അതും ഡൈനാമിക്കാണ്. പുതിയ കൊഴുപ്പ് കോശങ്ങൾ ഉണ്ടാവുന്നു, പഴയ കൊഴുപ്പ് കോശങ്ങൾ ചത്തുപോകുന്നു, വീണ്ടും പുതിയതുണ്ടാവുന്നു, പഴയത് പോകുന്നു. അങ്ങനെ പഴയ കൊഴുപ്പ് കോശങ്ങൾ വിഘടിച്ച് പോകുമ്പോൾ അതിലുള്ള എൻഡോസൾഫാൻ അപ്പോഴ് വിഘടിച്ച് പോകും. അപ്പോൾ ഒരിക്കൽ കൊഴുപ്പിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അത് കൊഴുപ്പിൽ നിലനിൽക്കും. അതൊരു പെൺകുട്ടിയുടെ ശരീരത്തിലാണെങ്കിൽ ആ കുട്ടി പിന്നീട് പ്രസവിക്കുമ്പോൾ ഈ കൊഴുപ്പിൽ നിന്നാണല്ലോ മുലപ്പാലൊക്കെ വരുന്നത്, അതും കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മുലപ്പാലിൽ കൂടി ആ ശിശുവിന് എൻഡോസൾഫാൻ വരും എന്നൊക്കെയാണ്. എന്നുവെച്ചാൽ ഇതൊരു ടൈം ബോംബാണ്, അത് അന്നേരെ പൊട്ടുള്ളൂ. ഇറ്റ്സ് എ വാക്കിംഗ് ടൈം ബോംബ്. അത് പൊട്ടുന്നത് മുല കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് എന്നുള്ള നിലയിലൊക്കെയാണ് കഥകൾ വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കൊഴുപ്പും ഡൈനാമിക്കാണ്. അതും പുതിയതായിട്ടുണ്ടാവുന്നു, പഴയ കോശങ്ങൾ പോകും. നമ്മളെ എല്ലിലെ കോശങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് സ്ഥിരം എന്നല്ലേ. കുട്ടിയാകുമ്പോൾ നമ്മുടെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ ജോയിൻ ചെയ്യും. പ്രായമാകുമ്പോഴോ എല്ല് പൊട്ടിയാൽ ജോയിൻ ചെയ്യാൻ വലിയ പ്രയാസമല്ലേ. അതും ആ എല്ല് മാറിപ്പോയി, എല്ലിലെ കോശങ്ങളൊക്കെ മാറി, പുതിയ കോശങ്ങൾ വന്നു, പ്രായമുള്ള കോശങ്ങൾ വന്നു. അതുമാതിരി കൊഴുപ്പും പഴയ കൊഴുപ്പ് കോശങ്ങൾ മാറിയിട്ട് പുതിയ കൊഴുപ്പ് കോശങ്ങൾ വരും. അപ്പോൾ അതിലുണ്ടായിരുന്ന എൻഡോസൾഫാൻ അതനുസരിച്ച് വിഘടിച്ചിട്ട് പോകും. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ സംശയം 2011 ഇന്ത്യയിൽ എൻഡോസൾഫാൻ നിരോധിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഏകദേശം എന്നപ്പോൾ ഒരു 13 വർഷത്തോളമായി ഇന്ത്യയിൽ നിരോധിച്ചിട്ട് അല്ലേ. വീണ്ടും നമ്മൾ ഒരു മണിക്കൂറോളം നടക്കുന്ന സംവാദം എൻഡോസൾഫാനെ പറ്റിയിട്ടാണ്. പകരം
പുതിയ മോഡേൺ ആയിട്ട് കാർഷിക മേഖലയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താമെന്നും നമ്മളിൽ കൃഷി എങ്ങനെ വളർത്താമെന്നുള്ള ചർച്ചക്കായിരിക്കേണ്ടിയിരുന്നു ഈ 1 മണിക്കൂർ സമയമാണ് ഉപയോഗിക്കേണ്ടതെന്ന് എൻ്റെ വ്യക്തമായ ഒരു അഭിപ്രായം. ഈ നിരോധിച്ച സാധനത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ വേദി ഇതേപോലുള്ള വേദി തന്നെ 2 or 3 പ്രാവശ്യം ചർച്ച നടന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ എൻഡോസൾഫാനെ കൊണ്ട് അല്ല ഈ അസുഖങ്ങൾ വന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അണ്ടറിലാണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഇതിലാണെങ്കിലും കൃത്യമായ പരിശോധന നടത്തിയിട്ടല്ല ഇതൊന്നും ഉപയോഗിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ കേരള വാട്ടർ അതോറിറ്റി വെള്ളം നമുക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അതിൽ ബ്ലീച്ചിങ് പൗഡർ കൂടുതലായിരിക്കും, ചില ദിവസങ്ങളിൽ കുറവായിരിക്കും. എവിടെയാണ് ഇത് കൃത്യമായ പരിശോധന നടത്തുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞു ഇത്ര മില്ലി ഇത്ര ലിറ്റർ എന്ന് ഉപയോഗിക്കേണ്ട മാനദണ്ഡം പറയുന്നുണ്ട്. ഏത് ഉദ്യോഗസ്ഥനാണ് കൃത്യമായിട്ട് ഇത് പരിശോധിച്ചിട്ട് ജനങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് പരിശോധിച്ചിട്ട് ഇത് നമ്മളിലേക്ക് വിടുന്നത്? ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂറോപ്യൻ കൺട്രീസിൽ ഇത് ഉണ്ടാവാം, കാരണം കൃത്യമായിട്ട് പരിശോധിക്കും. നമ്മളിവിടുന്ന് കയറ്റി വിടുന്ന പച്ചക്കറി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം നമ്മളിവിടുന്ന് അങ്ങ് പോവുള്ളൂ. നമ്മളവിടെ ആ പരിശോധന ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആവാം. പ്രത്യേകിച്ച് നമ്മൾ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ട സാധനമാണ്. ഇന്ന് ഈ വേദിയിൽ ഒരു 100 or 200 ആളുണ്ടെങ്കിൽ നമുക്ക് പുതിയ രീതിയിൽ നിങ്ങളെപ്പോലുള്ള ഒരു പഠിച്ച ഒരാൾ അതിൻ്റെ ഒരു ചർച്ചയാണ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പകരം കാലഹരണപ്പെട്ട സാധനങ്ങളെ പറ്റിയിട്ട് രാഷ്ട്രീയക്കാർ നടത്തുന്ന പോലെ ഒരു സംവാദമായിപ്പോയാൽ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു രീതി കൂടി നിങ്ങളടുത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതും കൂടി വരും. പുതിയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിന് ഇപ്പോഴും പ്രസക്തി ഉള്ളത് കൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും ഒക്കെ കൃഷിയുടെ ഒരുപാട് സെമിനാറുകൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ പുതിയ കാർഷിക രീതികളും കാർഷിക നയങ്ങളും അതുമാതിരിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. എസൻസിൻ്റെ വേദിയിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം അവിടെ വേറെ ഒന്ന് നടക്കുന്നുണ്ടല്ലോ. എസൻസിൻ്റെ വേദിയിൽ നമ്മൾ ശാസ്ത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ രീതികളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതും സർക്കാരിൻ്റെ പോളിസിയും തമ്മിലുള്ള മാറ്റുരക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ 32 ലാബറട്ടറികളിൽ ഈ പാല്, പഴങ്ങൾ, കാലിത്തീറ്റ, വെള്ളം, പച്ചക്കറികൾ ഇതെല്ലാം തന്നെ സാമ്പിളുകൾ പരിശോധിച്ച് അതിൻ്റെ പല കീടനാശിനികളുടെയും അളവ് കണ്ടെത്തിയിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സെൻട്രൽ സെക്ടർ സ്കീം ഓൺ മോണിറ്ററിങ് പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അടിച്ചു കൊടുത്താൽ കഴിഞ്ഞ 10 വർഷത്തെ റിപ്പോർട്ടൊക്കെ അതിൻ്റെ ഇത് കിട്ടും. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് 2% മുതൽ 3% വരെ മാത്രമേ അളവിൽ കൂടുതലുള്ളൂ. ബാക്കി 98% നന്നായിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ സേഫ് ടു ഈറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിലും കേരളത്തിലെ സാമ്പിൾസ് മുഴുവൻ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും തന്നെ ഈ ഡാറ്റ മുഴുവൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് അതൊന്നും ആശങ്ക ഉണ്ടാക്കുന്നതല്ല. പക്ഷേ ഇത് നിരന്തരമായിട്ട് ഇതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കുന്നത്, അതായത് എസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ബോധവൽക്കരണം കൂടിയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, എൻഡോസൾഫാൻ അല്ല ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് എന്ന് പറയുന്ന എത്ര സംഘടനകൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. അതേസമയം അതുകൊണ്ടാണ് എന്ന് പറയുന്നവരാണ് അധികമുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിലെ കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ ചർച്ചയുടെയൊക്കെ തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ വിശകലന രീതിയിലൂടെയും പഠനത്തിലൂടെയും നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് അവതരിപ്പിക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വലിയ വിദ്യാഭ്യാസ പരിപാടി കൂടിയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസ പരിപാടി ചെയ്യാൻ ഇവിടെ എസൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എസൻസ് ചെയ്യേണ്ടതാണ്, അതാണ് ഏറ്റവും പ്രധാന കാര്യം. അപ്പോൾ ഇതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ്. സർ, ഈ വയനാട്ടിലെ ഈ ഇടക്കാലത്ത് മാതൃഭൂമിയുടെ ഒരു വാരാന്ത പതിപ്പിൽ ഒരു ലേഖനത്തിൽ കണ്ടൊരു കാര്യമാണ്. ഈ വയനാട്ടിലെ തോട്ടങ്ങളിലൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഗ്ലൈഫോസൈറ്റ്, റൗണ്ടപ്പ് പോലുള്ള കളനാശിനികളൊക്കെ എൻഡോസൾഫാനേക്കാളും എത്രയോ ഇരട്ടി വിഷമുള്ളതാണ് എന്ന മട്ടിൽ എഴുതി കണ്ടു. അപ്പോൾ അതിലെത്ര യാഥാർത്ഥ്യമുണ്ട്? ഇനി ഭാവിയിൽ വയനാട്ടിൽ ഇതുപോലെ എൻഡോസൾഫാൻ പോലൊരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഒരു ഭീതിജനകമായിട്ടുള്ളൊരു ലേഖനം ഒരു മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ വന്നിരുന്നു. പ്രത്യേകിച്ചും വയനാട്ടിൽ വൻതോതിൽ കളനാശിനികൾ ഉപയോഗിക്കുന്നു,
പിന്നെ ഗ്ലൈഫോസേറ്റ്, റൗണ്ടപ്പ്, അതും എല്ലാം ഒന്ന് തന്നെയാണ്. ഗ്ലൈഫോസേറ്റാണ് കെമിക്കൽ. ഉപയോഗിക്കുന്നത് കൊണ്ട് വൻതോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഗ്ലൈഫോസേറ്റ് ലോകമെങ്ങും ഉപയോഗിക്കുന്ന ഒരു കളനാശിനിയാണ്. ലോകമെങ്ങും ഉപയോഗിക്കുന്നുണ്ടത്. അപ്പോൾ അത് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായിട്ട് വിഘടിച്ച് പോകുന്ന ഒരു സാധനമാണ്. ഇലപ്പരപ്പിൽ അല്ലെങ്കിൽ ചെടിയുടെ ദേഹത്ത് മൃതകോശങ്ങളല്ല, ജൈവികമായിട്ടുള്ള കോശങ്ങൾ, ജീവകോശങ്ങളിലേക്ക് അത് വലിച്ചെടുക്കപ്പെടും. എന്നിട്ട് ചെടിയിൽ മുഴുവൻ വ്യാപിച്ച് വേരുവരെ പോയിട്ട് ചെടി ഉണങ്ങിപ്പോകും. അതാണ് അതിൻ്റെ ടെക്നോളജി. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെപ്പോഴും പറയുമല്ലോ, അധികമായാൽ അമൃതം വിഷം എന്ന് പറയുമല്ലോ. അധികമായിട്ട് ഉപയോഗിക്കേണ്ട. വർഷത്തിൽ 1-2 തവണ കളനാശിനി ഉപയോഗിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നും വരില്ല. പക്ഷേ ആ ഉപയോഗിക്കുമ്പോൾ പിന്നെ അത് ജലാശയങ്ങളിലേക്ക് എത്താതെ നോക്കണം നമ്മൾ. അത് അതിൻ്റെ റെസിഡ്യൂ ജലാശയങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം തകരാറുകൾ വന്നേക്കാം. അല്ലെങ്കിൽ കിണറുകളിലേക്ക്, അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രത. നമ്മൾ കോവിഡ് കാലത്ത് പറഞ്ഞൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ഭീതി വേണ്ട, ജാഗ്രത മതി. അതേ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഭീതി വേണ്ട, പക്ഷെ നമ്മളുടേതായിട്ടുള്ള ഒരു ജാഗ്രത. ഒരു വിഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേർപ്പിച്ചാൽ വിഷമല്ലെങ്കിൽ പോലും അത് കോൺസെൻട്രേറ്റഡ് ഫോമിൽ വിഷം തന്നെയാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കീടനാശിനി ആയാലും കളനാശിനി ആയാലും ജാഗ്രതയോടെ ഉപയോഗിച്ചാൽ മതിയാവും. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത്. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നമ്മളുടെ ഒരു തോന്നലുണ്ടല്ലോ, നമ്മൾ ഇതുവരെ പഠിച്ചതും നമ്മൾ ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന, അറിയാതെ നമ്മളിൽ ഉണ്ടാവുന്ന തോന്നലുകൾ, അൺടെസ്റ്റഡ് നോഷൻസ് എന്ന് പറയുന്നത് ശരിയാകണമെന്നില്ല. അങ്ങനെയുള്ള നോഷൻസിനെതിരെയുള്ള കലഹമാണ്, അങ്ങനെയുള്ള നോഷൻസിനെതിരെയുള്ള നിരന്തര പരിശോധനയാണ് യുക്തിബോധം എന്ന് പറഞ്ഞാൽ. യുക്തിബോധം എന്ന് പറഞ്ഞാൽ അതാണ്. സഹജാവബോധത്തിനെതിരെയുള്ള പരിശോധനകളാണ് യുക്തിബോധം എന്ന് പറഞ്ഞാൽ. ഈ കാഴ്ചക്ക് അപ്പുറമുള്ളൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നത് ശാസ്ത്രം മാത്രമാണ്. വേറെ സാഹിത്യമൊന്നും അത് കാണിച്ചു തരില്ല. ആ കാഴ്ച കാണിച്ചു തരുന്നത് ശാസ്ത്രമാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഭൂമി പരന്നതാന്ന് പറയുന്നു, പക്ഷെ അല്ല, ഭൂമി ഉരുണ്ടതാന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാം. പക്ഷേ സാധാരണക്കാരന് അത് മനസ്സിലാവില്ല. അപ്പോൾ ഈ കാഴ്ചക്ക് അപ്പുറമുള്ള കാഴ്ച, നമ്മളിലുള്ള ആ തോന്നലുകളെ പരിശോധിക്കുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന്റെ മെത്തഡോളജിയാണ്, ശാസ്ത്രത്തിന്റെ രീതിശാസ്ത്രമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളിത് പരിശോധിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് നമ്മുടെ ചിന്താ പദ്ധതികളെ മാറ്റാൻ വേണ്ടി പറ്റിയാൽ അത് വലിയൊരു വിജയമായിരിക്കും. ആ യുക്തിബോധത്തോടെ കാര്യങ്ങളെ കാണുന്ന ഒരു ചിന്താ പദ്ധതി നമുക്ക് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇങ്ങനെ ഒരു അവസരം തന്നതിന് പിന്നെ എസൻസ് വയനാടിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തുന്ന പോയിന്റ് ഇതാണ്: സയൻസ് ഈസ് ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് എവിഡൻസ്. എവിഡൻസ് ആണ് സയൻസിനെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീകുമാർ സാറിൻ്റെ ലൈഫ് ടൈം വർക്കാണ്. 22 കൊല്ലത്തോളം അദ്ദേഹം എടുത്ത് നടത്തിയ ഒരു പഠനമാണ്. ഇപ്പോൾ ഈ ഒരു പഠനത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ സാധാരണ ശാസ്ത്രത്തിനെ സംസാരിക്കുന്നു എന്നുള്ളതിലപ്പുറം ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജിയെ, രീതിശാസ്ത്രത്തെ പൊതുജന സമക്ഷം നമ്മൾ ചർച്ചയ്ക്ക് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യുക്തിബോധമുണ്ടാകാൻ, അല്ലെങ്കിൽ വിശകലന ശേഷി കൂടുതലാകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറയുന്നു എന്നുള്ളതിലപ്പുറം അതിൻ്റെ മെത്തഡോളജിയെ കൂടുതൽ ജനകീയമാക്കാൻ, പൊതുജന സമക്ഷം അതിനെ ചർച്ചയ്ക്ക് വെക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലൂടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ്. എസൻസിൻ്റെ ഓരോ പരിപാടികളും ഒരു പാഠശാല ആയി തീരുന്നത് ഇത്തരത്തിലുള്ള പഠനങ്ങൾ കൊണ്ടും വളരെ ഗൗരവമായിട്ടുള്ള സമീപനങ്ങൾ കൊണ്ടുമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ട യാസീനും അതുപോലെ വയനാട് എസൻസിൻ്റെ ഭാരവാഹികൾക്കുമുള്ള നന്ദി പറഞ്ഞുകൊണ്ട്, ക്ഷമയോടെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.